ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റത്തിൽ നിന്നാണ്. നമുക്കറിയാം ബേസിക് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അനലോഗ് ഇൻഫർമേഷനും ഒന്ന് ഡിജിറ്റൽ ഇൻഫർമേഷനും. അന്നേരം അനലോഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി സംസാരിക്കുന്ന ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അങ്ങനെയുള്ള സിഗ്നൽസിനെയാണ് പറയുന്നത് അനലോഗ് സിഗ്നൽസ്. അന്നേരം ആ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ അനലോഗ് സിഗ്നൽസിലുള്ള ഡേറ്റ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. പക്ഷെ എല്ലാ ടൈമിലും നമ്മൾ ഡേറ്റ എടുക്കത്തില്ല. അന്നേരം അനലോഗ് ഡേറ്റയെ മിക്കവാറും കേസിൽ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ് ഡിവൈസിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അനലോഗ് ഡേറ്റയെ നമ്മൾ ഡിജിറ്റൽ ഡേറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അന്നേരം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് അനലോഗ് ഡേറ്റ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ല. ഒന്നുകിൽ ഒരു ലോജിക് ഹൈ അല്ലെങ്കിൽ ഒരു ലോജിക് ലോ. അന്നേരം രണ്ട് കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ വോൾട്ടേജ് ഹൈ അല്ലെങ്കിൽ വോൾട്ടേജ് ലോ, അല്ലെങ്കിൽ കറണ്ട് ഹൈ അല്ലെങ്കിൽ കറണ്ട് ലോ, അല്ലെങ്കിൽ പവർ ഹൈ അല്ലെങ്കിൽ പവർ ലോ. അന്നേരം ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് പറയാനുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. അന്നേരം ഇത് സ്റ്റോറേജ് കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ സ്റ്റോറേജ് കേപ്പബിലിറ്റി എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റയെ എന്ത് ചെയ്യുന്നത്, ഡിജിറ്റലി അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ ഡിജിറ്റലി ഇലക്ട്രോണിക്സിന്റെ ബേസിക് പാർട്ടാണ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം മനസ്സിലായാലും മാത്രമേ ഇനി അങ്ങോട്ട് വരുന്ന ലോജിക് ഗേറ്റ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്, സീക്വൻഷ്യൽ സർക്യൂട്ട് അതൊക്കെ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, നമ്പർ സിസ്റ്റം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ പണ്ട് കാലത്ത് ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് സിംബോളിക് നമ്പർ വെച്ചിട്ടായിരുന്നു. ഡേറ്റ റെപ്രസെന്റ് ചെയ്തിരുന്നത് എന്ത് വെച്ചിട്ടാണ്? സിംബോളിക് നമ്പർ. ഒരു എക്സാമ്പിള്, 1 എന്ന് പറഞ്ഞ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഐ എന്ന് പറഞ്ഞൊരു സിംബോളിക് ന്യൂമറൽസ് യൂസ് ചെയ്ത്, അതുപോലെ 5 എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി എന്ന് പറഞ്ഞൊരു സിമ്പിൾ യൂസ് ചെയ്ത്, അന്നേരം ഏത് ഡേറ്റയും നമുക്ക് എന്ത് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമ്പർ സിസ്റ്റത്തിന് പറയുന്നവരാണ് സിംബോളിക് നമ്പർ സിസ്റ്റം. ഓക്കെ, ഇപ്പൊ ചില വാച്ചിലൊക്കെ ഇങ്ങനെ ആയിരിക്കും ഡേറ്റ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, സിംബോളിക് റെപ്രസെന്റേഷൻ വെച്ചിട്ടായിരിക്കും. അന്നേരം ഇതിനകത്ത് നമുക്ക് അറിയില്ല ആ സിമ്പിൾസിനകത്ത് ഒരു വെയിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. വെയിറ്റ് എന്ന് പറഞ്ഞാല് ആ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്പരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും വേറൊരു നമ്പർ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എക്സാമ്പിൾ, ഇവിടെ ഐ എന്ന് പറഞ്ഞ ലെറ്റർ 1 ആണെങ്കിൽ ആ 1 റിലേറ്റഡ് ടു ഐ മാത്രമാണ്. ആ 1ന് ഒരു വെയിറ്റോ അല്ലെങ്കിൽ ഒരു ഡെസിമൽ റെപ്രസെന്റേഷനോ അല്ലെങ്കിൽ 1ന് ഒരു പവറോ ഒന്നുമില്ല. അന്നേരം സിംബോളിക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നോൺ വെയ്റ്റഡ് പൊസിഷൻ സിസ്റ്റം ആണ്. നോൺ വെയ്റ്റഡ്. നമുക്ക് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് പഠിക്കാനുള്ളത് വെയ്റ്റഡ് പൊസിഷൻ സിസ്റ്റം ആണ്. വെയ്റ്റഡ് പൊസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ നമ്പറിലെ ഓരോ ലെറ്റേഴ്സിനും ഒരു പർട്ടിക്കുലർ വെയിറ്റ് കാണും. പർട്ടിക്കുലർ വെയിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റാഡിക്സ്. റാഡിക്സ് എന്താന്ന് ഇനി പറയുന്നുണ്ട്. അന്നേരം വെയ്റ്റഡ് പൊസിഷൻ സിസ്റ്റമാണ് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റത്തില് ബേസിക് എക്സാമ്പിൾ ആണ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഡെസിമൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് തന്നെ 10 എന്നാണ്. അന്നേരം ഡെസിമൽ റെപ്രസെന്റേഷനിൽ നമുക്ക് 10 നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സിംബോളിക് റെപ്രസെന്റേഷൻ പോലെ തന്നെ ഡെസിമൽ റെപ്രസെന്റേഷനിൽ ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 ലെറ്റേഴ്സിനെ അല്ലെങ്കിൽ 10 നമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യൻ ന്യൂമറൽസ് അല്ലെങ്കിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ, കാൽക്കുലസ്, ആൽജിബ്രൈക്കിലൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ജനറലി 0 മുതൽ 9 വരെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പറിനെ യൂസ് ചെയ്തിട്ടും ഒരു ഇൻഫർമേഷനെ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അന്നേരം ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് നമ്പേഴ്സ് എത്രയാണ്? 10 ആണ്, 0 to 9. സോ റാഡിക്സ് എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് 10 ആയിരിക്കും. ഓക്കെ, ഒരു നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്ന് പറഞ്ഞാൽ ആ നമ്പർ സിസ്റ്റം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂമറൽസിനെയാണ് പറയുന്നത് റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന്. അന്നേരം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 9 ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ട്, 0 to 9 വരെ ഉണ്ട്. അതുകൊണ്ട് 10 ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ട് 0 to 9 വരെ. അതുകൊണ്ട് 10 ഡിഫറെന്റ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ റാഡിക്സ് എത്രയാണ്? 10 ആണ്. അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ബേസ് എത്രയാണ്? 10 ആണ്.
അന്നേരം ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വെയിറ്റഡ് പൊസിഷൻ നമ്പർ സിസ്റ്റം ആണ്. കാരണം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഓരോ നമ്പേഴ്സിനും ഒരു പർട്ടിക്കുലർ വെയിറ്റ് കാണും. ഓക്കെ, അന്നേരം ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റേഴ്സിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഡിജിറ്റൽ സ്റ്റോറേജ് ഡിവൈസിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. അന്നേരം അതിന്റെ സ്റ്റോറേജ് കേപ്പബിലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബൈനറി എന്ന് പറഞ്ഞാല് രണ്ട് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഒരു ഇൻഫർമേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും, 0 to 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 0യും 1ഉം യൂസ് ചെയ്തിട്ടായിരിക്കും ബൈനറി നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഇവിടെ എത്ര ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്, 0യും ഉണ്ട് 1ഉം ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റാഡിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും റാഡിക്സ്. അന്നേരം ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്തായിരിക്കും? 10 ആയിരിക്കും. അന്നേരം ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് റെപ്രസെന്റേഷൻ എന്ത് ചെയ്ത് കുറഞ്ഞു കിട്ടി. 0 to 9 വരുന്ന നമ്പേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നതിന് പകരം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് മാത്രം യൂസ് ചെയ്താൽ മതി? 0യും 1ഉം മാത്രം യൂസ് ചെയ്താൽ മതി. അന്നേരം ഡിജിറ്റൽ സ്റ്റോറേജ് കേപ്പബിലിറ്റി എന്ത് ചെയ്യും? കൂടുതൽ എഫിഷ്യന്റ് ആവും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ് കുറച്ച് മതി. എവിടെ? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ. എല്ലാ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സും ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലായിരിക്കും? ബൈനറി നമ്പറിന്റെ ഫോമിലായിരിക്കും. ഓക്കെ, ബൈനറി നമ്പറിൽ ഏതൊക്കെയുള്ളു? 0യും 1ഉം മാത്രം. 0 റെപ്രസെന്റ് ലോജിക് ലോ, 1 റെപ്രസെന്റ് ലോജിക് ഹൈ. അന്നേരം ഒരു വോൾട്ടേജ് ഹൈ എന്ന് പറഞ്ഞാല് അത് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 1 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഒരു ലോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബൈനറി സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഒക്ടൽ സിസ്റ്റം. ഒക്ടൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് 8 എന്നാണ്. 8 എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഡിഫറെന്റ് നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. 8 ഡിഫറെന്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 0 to എവിടം വരെ ആയിരിക്കും? 0 to 7 വരെ ആയിരിക്കും. ഓക്കെ, അന്നേരം 0ക്കും 7നും ഇടയ്ക്ക് അല്ലെങ്കിൽ 0 to 7 വരെയുള്ള ഏത് നമ്പർ യൂസ് ചെയ്തിട്ടും ഒരു ഒക്ടൽ സിസ്റ്റത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അന്നേരം ഇവിടെ 8 ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്തായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാല് ഡെസിമലിന്റെ കൂടെ ഡെസിമൽ റെപ്രസെന്റേഷനിൽ നമുക്കറിയാം 0 to 9 വരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഡെസിമൽ റെപ്രസെന്റേഷന്റെ കൂടെ ഒരു എക്സ്ട്രാ ഹെക്സ നമ്പേഴ്സും കൂടെ. ഹെക്സ എന്ന് പറഞ്ഞാൽ 6 നമ്പേഴ്സ് ആണ്. അന്നേരം 0 to 9 നമ്പേഴ്സിന്റെ കൂടെ ഒരു എക്സ്ട്രാ 6 നമ്പേഴ്സും കൂടെ ആഡ് ചെയ്താൽ അതിന് എന്തെന്ന് പറയാം? ഹെക്സാ ഡെസിമൽ സിസ്റ്റം എന്ന് പറയാം. അന്നേരം 0 to 9 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അന്നേരം 0 to 9 വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 മുതൽ 16 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫബെറ്റ്സ് യൂസ് ചെയ്യും. 10നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്യും. 11നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ബി യൂസ് ചെയ്യും. അതുപോലെ 16നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് യൂസ് ചെയ്യും. അന്നേരം ഹെക്സാ ഡെസിമൽ സിസ്റ്റത്തിൽ ആരൊക്കെ ഉണ്ട്? ഡെസിമൽ സിസ്റ്റം ഉണ്ട്, എക്സ്ട്രാ 6 ആൽഫബെറ്റ്സും ചേർന്നതാണ് എന്ത്? ഹെക്സാ ഡെസിമൽ സിസ്റ്റം. അന്നേരം ഇവിടെ 0 to 9 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്, ABCDEF എന്ന് പറയുന്ന ലെറ്റേഴ്സ് ഉണ്ട്. അന്നേരം ടോട്ടൽ ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസ് എത്രയാണ്? 16 ആണ്. അതുകൊണ്ട് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്താണ്? 16 ആണ്. അല്ലെങ്കിൽ ബേസ് എന്താണ്? 16 ആണ്. ഓക്കെ, ഓക്കെ, മിക്കവാറും കേസിൽ നമ്മൾ വെയിറ്റഡ് നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. വെയിറ്റഡ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ആ നമ്പറിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ നോക്ക് 2357 എന്ന് പറയുന്ന ഒരു നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ സിസ്റ്റം വെയിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതിലെ ഓരോ നമ്പേഴ്സിനും 2നും 3ക്കും 5നും 7നും ഒരു പർട്ടിക്കുലർ വെയിറ്റ് കാണും. ഡിപ്പെൻസ് ഓൺ ദ നമ്പർ സിസ്റ്റം. അത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 10ന്റെ പവർ ആയിരിക്കും അതിന്റെ വെയിറ്റ്. അത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ 8ന്റെ പവർ ആയിരിക്കും അതിന്റെ വെയിറ്റ്. അത് ബൈനറി റെപ്രസെന്റേഷൻ ആണെങ്കിൽ 2ന്റെ പവർ 2⁻0, 2⁻1 അല്ലെങ്കിൽ 2⁻2 ആയിരിക്കും അതിന്റെ വെയിറ്റ്. അന്നേരം ഇവിടെ നോക്ക്, ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ലെറ്റർ എന്താണ്? നമ്പർ എന്താണ്? 2357 ആണ്. ഓക്കെ, അന്നേരം ഇത് ഒന്നെങ്കിൽ ഒക്ടൽ ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? ഡെസിമൽ ആയിരിക്കും. കാരണം ഇവിടെ 7 ഉണ്ട്. ഇവിടെ ഒരു 7 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടെങ്കിൽ അതിന്റെ റാഡിക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? 7 ആയിരിക്കും. അന്നേരം ഞാൻ അസ്യൂം ചെയ്യുന്നത് ദിസ് ഈസ് എ ഡെസിമൽ നമ്പർ എന്ന് അസ്യൂം ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ ആണെങ്കിൽ റാഡിക്സ് എന്തായിരിക്കും? റാഡിക്സ് 10 ആയിരിക്കും. അന്നേരം ഓരോ നമ്പേഴ്സിന്റെയും വെയിറ്റ് എന്തായിരിക്കും?
ടെന്നിന്റെ പവർ ആയിരിക്കും. ഓക്കെ, അതിന്റെ പവർ, അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 7, 5, 3, 2 ആണ് നമ്പേഴ്സ്. ഫസ്റ്റ് വരുന്ന 7 ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ഉള്ള നമ്പർ ആയിരിക്കും. ആ 7ന്റെ വെയിറ്റ് 10⁻0 ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്താൽ അതിലെ നമ്പേഴ്സിൽ ഏറ്റവും ഫൈനൽ വരുന്ന നമ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും? ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് ആയിരിക്കും. ആ ലോവസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് റാഡിക്സ് റേസ് ടു 0 ആയിരിക്കും എല്ലായ്പ്പോഴും. അതായത് ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് 7ന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻0 ആയിരിക്കും. അടുത്ത നെക്സ്റ്റ് നമ്പേഴ്സിൽ 10⁻1 ആവും, 10⁻2 ആവും, 10⁻3 ആവും, അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അന്നേരം ഇവിടെ നെക്സ്റ്റ് നമ്പർ 5 ആണ്. അത് സെക്കൻഡ് നമ്പർ ആയതുകൊണ്ട് 10th പൊസിഷൻ ആണ്. അന്നേരം അതിന്റെ വെയിറ്റിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 10⁻1 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്പർ എന്താണ്? 3 ആണ്. 3യുടെ വെയിറ്റ് എന്താണ്? 10² ആണ്. നെക്സ്റ്റ് നമ്പർ എന്താണ്? 2 ആണ്. അതിന്റെ വെയിറ്റ് എന്താണ്? 10⁻3 ആണ്. 2ന്റെ ബാക്കിൽ വീണ്ടും ഒരു നമ്പർ വന്നാൽ അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻4 ആയിരിക്കും. അന്നേരം ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ലോവസ്റ്റ് നമ്പറിൽ നിന്ന് ഹയസ്റ്റ് നമ്പറിലോട്ട് ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 10ന്റെ പവർ എന്ത് ചെയ്യും? 0 മുതൽ ആ നമ്പർ വരെ എന്ത് ചെയ്യും? ഇൻക്രിമെന്റ് ചെയ്യും. ഏറ്റവും ലോവസ്റ്റ് നമ്പറിൽ അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റില് വെയിറ്റ് എന്തായിരിക്കും? ആ റാഡിക്സ് റേസ് ടു 0 ആയിരിക്കും. ഇവിടെ ഡെസിമൽ ആയതുകൊണ്ട് റാഡിക്സ് എന്തായിരിക്കും? 10 ആയിരിക്കും. അന്നേരം 10⁻0 ആയിരിക്കും ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിലെ വെയിറ്റ്. ഇവിടുത്തെ ഹയസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് അല്ലെങ്കിൽ MSB ആരാണ്? 2 ആണ്. ആ MSBയുടെ വെയിറ്റ് ആയിരിക്കും ഏറ്റവും ലാർജസ്റ്റ് വെയിറ്റ്. അന്നേരം ആലോചിക്കുക, ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ തന്നാല് അതിന് ഫ്രാക്ഷൻ ഇല്ലെങ്കിൽ, ഇവിടെ ഫ്രാക്ഷൻ ഇല്ല, 2357 പോയിന്റ് സംതിങ് ഇല്ല. 2357 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്. ഓക്കെ, അന്നേരം ഇതിനകത്ത് ഫ്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് അല്ലെങ്കിൽ LSB ആരാണ്? 7 ആണ്. അതിന്റെ വെയിറ്റ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് 10⁻0. ഇവിടുത്തെ MSB ആണ് 2 അല്ലെങ്കിൽ ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ആണ് 2. അതിന്റെ വെയിറ്റ് ആയിരിക്കും എന്ത്? മാക്സിമം വെയിറ്റ്. ഓക്കെ, അന്നേരം ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതിന്റെ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് വെയിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഏത് നമ്പറിനെ തന്നാലും ആ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതിലെ ഓരോ നമ്പേഴ്സിന്റെയും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റിന്റെയും പ്രോഡക്റ്റിന്റെ സമ്മായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ കറസ്പോണ്ടിങ് വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ നമ്പറിനകത്ത് ഒരു ഫ്രാക്ഷൻ ഉണ്ട്, 0.47 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷൻ ഉണ്ട്. അന്നേരം ഫ്രാക്ഷൻസ് വന്നാല് അവിടെ ചെയ്യേണ്ട കാര്യം, അവിടുത്തെ ഫ്രാക്ഷൻസ് വന്നാൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന പോയിന്റിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്പർ ആയിരിക്കും MSB. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഫ്രാക്ഷൻ ഉള്ള നമ്പർ തന്നാല് പോയിന്റിന്റെ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നമ്പർ ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ഉള്ള നമ്പർ. എന്ന് പറഞ്ഞാൽ 4ന്റെ വെയിറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ, 7ന്റെ വെയിറ്റ് ആയിരിക്കും ഇവിടെ കുറവ്. നമുക്കറിയാം, പോയിന്റ് സംതിങ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.0 സംതിങ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുപോലെ പോയിന്റ് കഴിഞ്ഞിട്ട്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് പോകുന്തോറും വെയിറ്റ് എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. ഓക്കെ, നമ്മൾ നോർമൽ ഡിവിഷൻ പോലെ തന്നെ. അന്നേരം ഇവിടെ ഡെസിമൽ നമ്പർ 526ന്റെ കൂടെ ഒരു ഫ്രാക്ഷൻ നമ്പർ വന്നിട്ടുണ്ട് 0.47. ഡെസിമൽ നമ്പറിനെ പഴയതുപോലെ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവിടുത്തെ 6 ആയിരിക്കും ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. അന്നേരം 6ന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻0 ആയിരിക്കും. നെക്സ്റ്റ് 2 ആയതുകൊണ്ട് 10⁻1 ആയിരിക്കും. 5 ആയതുകൊണ്ട് എന്തായിരിക്കും? 10⁻2 ആയിരിക്കും. നെക്സ്റ്റ് ഫ്രാക്ഷൻ എടുക്കുമ്പോൾ 0.47 ആണ് ഇവിടുത്തെ നമ്പർ. ആ 0.47ല് ഡെസിമൽ പോയിന്റിന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ആരാണ്? 4 ആണ്. അന്നേരം 4ന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻−1 ആയിരിക്കും, അല്ലെങ്കിൽ 1/10 ആയിരിക്കും. നെക്സ്റ്റ് 7 ആണ്. 7ന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻−2 ആയിരിക്കും. ഓക്കെ, അന്നേരം ഒരു ഫ്രാക്ഷണൽ നമ്പർ വന്നാല് അതിന്റെ പൂർണ്ണസംഖ്യയുടെ കൂടെ 10ന്റെ പോസിറ്റീവ് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. അതിന്റെ ഫ്രാക്ഷണൽ നമ്പറിന്റെ കൂടെ 10ന്റെ നെഗറ്റീവ് പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അന്നേരം ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ നമ്പേഴ്സിന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻−1, 10⁻−2 അങ്ങനെ ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. നോൺ ഡെസിമൽ പോയിന്റിന്റെ നമ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും? 10⁻10, 10⁻1, 10⁻2 അങ്ങനെ ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഈ റെപ്രസെന്റേഷൻ അറിഞ്ഞിരുന്നാല്
ഇപ്പൊ ഡെസിമലിന് പകരം ഹെക്സാ ഡെസിമലോ അല്ലെങ്കിൽ ഒക്ടൽ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡെസിമൽ ആയതുകൊണ്ടാണ് 10 റേസ്റ്റ് വന്നത്. ഓക്കെ, അന്നേരം ഒക്ടൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ 10ന് പകരം എന്തായിരിക്കും, 8ന്റെ പവേഴ്സ് ആയിരിക്കും. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ 10ന് പകരം എന്തായിരിക്കും, 16 ആയിരിക്കും. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഓക്കെ, അന്നേരം ഞാൻ റാഡിക്സ് എന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും മിനിമം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ബൈനറി ആയിട്ടായിരിക്കും. ഏതൊരു ഡേറ്റയും അല്ലെങ്കിൽ ഏതൊരു ഇൻഫർമേഷനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ വേ എന്ന് പറയുന്നത് ബൈനറി റെപ്രസെന്റേഷൻ ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ വേ എന്തായിരിക്കും, ബൈനറി ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഏറ്റവും ചെറിയ റാഡിക്സ് എന്തായിരിക്കും, ബൈനറിയുടെ റാഡിക്സ് ആയിരിക്കും. ബൈനറിയിൽ നമ്മൾ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത് ഒന്നുകിൽ 0 യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 1 യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് റാഡിക്സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റാഡിക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് വാല്യൂ മിനിമം വാല്യൂ എന്തായിരിക്കും, മിനിമം വാല്യൂ 2 ആയിരിക്കും. മാക്സിമം വാല്യൂ ഇൻഫിനിറ്റി വരെ പോകാം. പക്ഷെ നമ്മൾ സ്റ്റോറേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്പർ സിസ്റ്റത്തിലുള്ള സിമ്പിളിന്റെ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യും, കുറയ്ക്കും. അന്നേരം ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബൈനറി ആണ്. എന്ന് പറഞ്ഞാൽ ബൈനറിയിൽ നമുക്ക് ഏത് ഡേറ്റ തന്നാലും അതിനെ ഒന്നുകിൽ 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 0 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഒരിക്കലും 2 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ബൈനറി സിസ്റ്റവും അല്ലെങ്കിൽ എല്ലാ നമ്പർ സിസ്റ്റവും സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നായിരിക്കും. 0 to 1 ആണെങ്കിൽ അത് ബൈനറി ആയിരിക്കും. 0 to 7 ആണെങ്കിൽ അത് ഒക്ടൽ ആയിരിക്കും. 0 to 15 വരെ ആണെങ്കിൽ അത് എന്തായിരിക്കും, ഹെക്സാ ഡെസിമൽ ആയിരിക്കും. പക്ഷെ 15ന് പകരം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക, റാഡിക്സിന്റെ മിനിമം വാല്യൂ 2 ആയിരിക്കും. അന്നേരം റാഡിക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് പറയാം, 2 എന്ന് പറയാം. ഓക്കെ, ജനറലി ഒരു നമ്പർ തന്നാല് അതിന്റെ വെയിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഡി എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ആ ഡിയുടെ വാല്യൂ ബൈനറി ആണെങ്കിൽ എന്തായിരിക്കും, ഡിയുടെ വാല്യൂ 2 ആയിരിക്കും. ഡെസിമൽ ആണെങ്കിൽ ആ ഡിയുടെ വാല്യൂ എന്തായിരിക്കും, 10 ആയിരിക്കും. ഒക്ടൽ ആണെങ്കിൽ ആ ഡിയുടെ വാല്യൂ എന്തായിരിക്കും, 8 ആയിരിക്കും. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ ഡിയുടെ വാല്യൂ എന്തായിരിക്കും, 16 ആയിരിക്കും. ഓക്കെ, അന്നേരം ഏത് നമ്പറിനെ തന്നാലും അതിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ വെയിറ്റിന്റെ പ്രോഡക്റ്റിന്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഓക്കെ, ജനറലി ഒരു നമ്പർ തന്നാൽ ഇവിടെ നോക്ക്, ക്യാപിറ്റൽ ഡി ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു മൈനസ് എൻ ടു പി മൈനസ് 1 ഡി ഐ ഇൻറ്റു ആർ റൈസ് ടു ഐ. ഇവിടെ ഡി ഐ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓരോ നമ്പറിനെയാണ് ഡി ഐ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ആർ ഐ എന്ന് പറയുന്നത് അതിന്റെ റാഡിക്സ് ആണ്. ഓക്കെ, അന്നേരം ഡി ഐ എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്, ആർ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ റാഡിക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ 357, അതിന്റെ ബേസ് എന്താണ് തന്നിരിക്കുന്നത്, 5 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഇൻകറക്റ്റ് റെപ്രസെന്റേഷൻ ആണ്. എന്തുകൊണ്ടാണ് ഈ 357 ബേസ് 5 ഇൻകറക്റ്റ് എന്ന് പറയാൻ റീസൺ? 357 അതിന്റെ ബേസ് 5 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ആ 357 ബേസ് 5 എന്തുകൊണ്ടാണ് ഇൻകറക്റ്റ് ആയത്? ഹലോ, ഈ 357 റെപ്രസെന്റേഷനിൽ ബേസ് അവർ കൊടുത്തിരിക്കുന്നു 5 കൊടുത്തിരിക്കുന്നു. പക്ഷെ ആ നമ്പറിനകത്ത് ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. അന്നേരം 7 ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അതിന്റെ റാഡിക്സ് മിനിമം എത്ര ആയിരിക്കണം? റാഡിക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആയിരിക്കണം. കാരണം ഒരു 7 എന്ന് പറഞ്ഞൊരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ 0 to 1 എക്സെട്ര എവിടെ വരെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും? 7 വരെ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അന്നേരം 7 റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് വാല്യൂ എന്തായിരിക്കണം? 8 ആയിരിക്കണം. പക്ഷെ അവർ തന്നിരിക്കുന്ന ബേസ് 5 ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതെന്തല്ല, ഒരു വാലിഡ് റെപ്രസെന്റേഷൻ അല്ല. അന്നേരം 357 അതിന്റെ ബേസ് 5 എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന റെപ്രസെന്റേഷൻ എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അന്നേരം ഒരു 375 എന്ന് പറഞ്ഞ നമ്പർ തന്നാല് അതിനെ ഒന്നുകിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒന്നുകിൽ ഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 375നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഒക്ടൽ റെപ്രസെന്റേഷൻ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 357 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റമായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അന്നേരം
8നേക്കാളും ഗ്രേറ്റർ ആയ ഏത് ബേസ് ഉള്ള നമ്പറായിട്ടും 357 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്താല് അതിന്റെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ട്രെയിലിംഗ് ആയിട്ട് വരുന്ന സീറോ വാല്യൂവിന് ഒരിക്കലും വാല്യൂ ഇല്ല. അന്നേരം 357ന്റെ ഏറ്റവും ലെഫ്റ്റിൽ ഒരു സീറോ തന്നാല് ആ സീറോയ്ക്ക് എന്തില്ല, ഒരു വാല്യൂ ഇല്ല, അത് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് അല്ല. 357 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ മതി, 357 എന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി. അന്നേരം ഏറ്റവും ലോവസ്റ്റ് എൻഡിൽ സീറോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ 357ന്റെ ഏറ്റവും ഫൈനലി ഒരു സീറോ വന്നാൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആ സീറോയെ റെപ്രസെന്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ സീറോ ഇൻറ്റു ആ റാഡിക്സ് റേസ് ടു സീറോ എന്തായി പോവും, 0 ഇൻറ്റു റാഡിക്സ് റേസ് ടു സീറോ എന്തായി പോവും, സീറോ ആയി പോവും. ഇപ്പൊ എക്സാമ്പിൾ എടുത്താല് ഞാനൊരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു 350 എന്ന് പറയുന്ന നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അന്നേരം ഈ 350 എന്ന് പറയുന്ന നമ്പറിനെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, 0 ഇൻറ്റു 10⁻0 പ്ലസ് 5 ഇൻറ്റു 10⁻1 പ്ലസ് 3 ഇൻറ്റു 10⁻2 എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഈക്വൽ ടു 0 പ്ലസ് 50 പ്ലസ് 300 ഈക്വൽ ടു എന്ത് തന്നെ ആവും, ഈക്വൽ ടു 350 തന്നെ ആവും. ഓക്കെ, അന്നേരം ഈ ലാസ്റ്റ് വരുന്ന സീറോയെ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അന്നേരം ഒരു നമ്പർ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ നമ്പറിന്റെ ലീഡിംഗ് ആയിട്ടോ ട്രെയിലിംഗ് ആയിട്ടോ സീറോസ് വന്നാല് നമുക്ക് ആ സീറോ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അതിന്റെ നമ്പർ റെപ്രസെന്റേഷനിൽ എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ആ സീറോ കൊണ്ട് അതിന്റെ വെയിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്, സീറോ ആയിരിക്കും. ഓക്കെ, അന്നേരം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നമ്പർ റെപ്രസെന്റേഷനിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിലിംഗ് ആയിട്ടോ സീറോ വന്നാൽ അതിന് എന്തില്ല, വാല്യൂ ഇല്ല. കാരണം ആ സീറോ കൊണ്ട് അതിന്റെ റാഡിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്, സീറോ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ 357 ബേസ് 5 എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആയത്, 357 റെപ്രസെന്റേഷനകത്ത് 7 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ആ 7 യൂസ് ചെയ്യണമെങ്കിൽ 0 to 7 നമ്മളെ നമ്പർ എടുക്കേണ്ടി വരും. അന്നേരം അതിന്റെ റാഡിക്സ് മിനിമം എന്തായിരിക്കണം, റാഡിക്സ് മിനിമം 8 ആയിരിക്കണം. അന്നേരം ഇവിടെ റാഡിക്സ് 5 കൊടുത്തോണ്ടാണ് 357 ബേസ് 5 എന്ന് പറയുന്ന നമ്പർ എന്തായത്, ഇൻവാലിഡ് ആയത്. ഓക്കെ, നെക്സ്റ്റ് ബേസിക് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും നേരം ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള നമ്പർ സിസ്റ്റത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ബൈനറി നമ്പർ സിസ്റ്റം ആണ് ഇനി അങ്ങോട്ടുള്ള നെക്സ്റ്റ് നമ്പർ സിസ്റ്റം കഴിഞ്ഞിട്ടുള്ള ലോജിക് ഗേറ്റ്സ് എടുത്താലും ബാക്കി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ എല്ലാ പോർഷൻസിലും യൂസ് ചെയ്യുന്നത് എന്താണ്, ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അന്നേരം ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ബൈനറി എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്, 2 നമ്പേഴ്സ് എന്നാണ്. 2 നമ്പേഴ്സ്, ആ 2 നമ്പേഴ്സ് ആരൊക്കെയാണ്, എയ്തർ 0 or 1 ആണ്. ഓക്കെ, അന്നേരം 0 to 1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അന്നേരം 0യും 1 എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സിമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റാഡിക്സ് എന്തായിരിക്കും, റാഡിക്സ് 2 ആയിരിക്കും. അന്നേരം ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്താണ്, 2 ആണ്. അന്നേരം ഏതൊരു ഡേറ്റയെ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ആരൊക്കെ വരത്തുള്ളൂ, എയ്തർ 0 or 1 വരത്തുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടുത്തെ എക്സാമ്പിൾ 111001110, അതിന്റെ റാഡിക്സ് അതിന്റെ പുറത്ത് ബ്രാക്കറ്റിന് പുറത്ത് എഴുതണം. പുറത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്, 2 ആണ്. കാരണം എന്താണ്, ഇത് തന്നിരിക്കുന്നത് എന്താണ്, ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ട്. ഓക്കെ, സാറേ ഒരു മിനിറ്റ്. ചോദിച്ചോ. ഹലോ, അല്ല ചോദിച്ചോ, കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഇലക്ട്രോണിക്സ് ഞങ്ങൾക്ക് തീരെ പരിചിതമല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ അപ്പൊ അതിൽ വരുന്ന വേർഡ്സുകളും അങ്ങനത്തെ റാഡിക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് കൂടെ മനസ്സിലാവുന്നില്ല. ജസ്റ്റ് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഓക്കെ, റാഡിക്സ് ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ പറയാം. ഓക്കെ, അന്നേരം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കും. ഓക്കെ, അന്നേരം റാഡിക്സ് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോ ആകെ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയി പെട്ട പോലെയായി. അത് കാരണമാണ്. അത് തന്നെയാണ് സാർ എല്ലാവരും അവസ്ഥ. അങ്ങനെ എല്ലാവർക്കും ഒരു കേൾക്കാത്ത സംഭവങ്ങളായുണ്ട്. മനസ്സിലായി. ഞാൻ ഓരോ ടൈംസ് എന്തൊക്കെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകും, കുഴപ്പമില്ല. ഓക്കെ, അന്നേരം ഇവിടെ റാഡിക്സ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്, റാഡിക്സ് എന്ന് പറയുന്ന വേറെ പേര്
ബേസ് എന്നാണ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്താലോ നിങ്ങൾക്ക് എന്തുമാത്രം എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അന്നേരം ഇപ്പം ഒരാൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയത്. അന്നേരം ഓരോരുത്തരും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ അന്നേരം എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് പഠിക്കാത്ത സ്റ്റുഡൻസ് ആയിരിക്കും, സിവിൽ മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണ് ഇരിക്കുന്നത്. അന്നേരം ഓരോ വേർഡ്സും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്ന് കിട്ടുന്ന മാർക്കും എന്തായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിരിക്കും. അന്നേരം നമ്മൾ മെയിൻ ടെക്നിക്കൽ ടോപ്പിക്സ് അല്ലാത്ത സബ്ജക്റ്റിൽ നിന്നുള്ള മാർക്കായിരിക്കും നമ്മുടെ റാങ്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പോർഷൻസിലെ മാർക്കായിരിക്കും. അന്നേരം ഓരോ ടേംസും ഓരോ ടെക്നിക്കൽ കണ്ടന്റ്സും നിങ്ങൾ മനസ്സിലാക്കി പോയാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ ബേസിക് ആയിട്ട് പഠിക്കാനുള്ള കാര്യം നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു പോർഷനാണ്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് എ ഡേറ്റ. അന്നേരം ഡേറ്റ എന്ന് പറയുന്നത് പല രീതിയിലാവാം. ആ ഡേറ്റയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യും. അത് ഒന്നുകിൽ 0, 1 മാത്രമായിരിക്കും, അല്ലെങ്കിൽ 0 to 7 നമ്പർ കാണും, അല്ലെങ്കിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സ് കാണും, അല്ലെങ്കിൽ 0 to 15 വരെയുള്ള നമ്പേഴ്സ് കാണും. അന്നേരം നമ്മൾ എത്ര നമ്പേഴ്സ് ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസ് ആണോ ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ആ നമ്പറിനെയാണ് പറയുന്നത് എന്തെന്ന്, റാഡിക്സ് എന്ന്. അന്നേരം ഞാൻ ബൈനറി എന്ന് പറഞ്ഞാല്, ബൈനറിയിൽ നമ്മളൊരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ 0 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിനെ യൂസ് ചെയ്യാം, 1നെ യൂസ് ചെയ്യാം. അന്നേരം 0 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1നെ യൂസ് ചെയ്യാം. അന്നേരം എത്ര പോസിബിൾ വേ ഉണ്ട്, 2 പോസിബിൾ വേ ഉണ്ട്. ഒന്നുകിൽ 0 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 യൂസ് ചെയ്യാം. ഇതല്ലാണ്ട് നമുക്ക് ഒരു നമ്പർ യൂസ് ചെയ്തിട്ടും ബൈനറിയിൽ ഒരു ഡേറ്റയെ അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അന്നേരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസിനെയാണ് എന്തെന്ന് പറയുന്നത്, റാഡിക്സ് എന്ന് പറയുന്നത്. അന്നേരം 0 + 1, അന്നേരം 0 ഒരു നമ്പർ ആവും, 1 ഒരു നമ്പർ ആവും. അന്നേരം 2 ഡിഫറെന്റ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബൈനറി ഡേറ്റ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഇവിടുത്തെ റാഡിക്സിന് നമുക്ക് എന്തെന്ന് പറയാം, 2 എന്ന് പറയാം. അപ്പൊ ഞാൻ 0, 1ന് പകരം ഞാൻ ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ 0ഉം 1ഉം 2ഉം യൂസ് ചെയ്യുന്നിരിക്കട്ടെ. അന്നേരം എനിക്ക് ഒന്നുകിൽ 0 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 യൂസ് ചെയ്യാം. അന്നേരം എനിക്ക് എത്ര ഡിഫറെന്റ് നമ്പർ ഓഫ് പോസിബിലിറ്റി ഉണ്ട്, 3 നമ്പർ ഓഫ് പോസിബിൾ വേസ് ഉണ്ട്. ഒന്നുകിൽ 0 യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 1 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് യൂസ് ചെയ്യാം, 2 യൂസ് ചെയ്യാം. അന്നേരം ഇവിടെ 3 വേസിൽ, ടോട്ടൽ 3 നമ്പേഴ്സിൽ അല്ലെങ്കിൽ 3 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാം. അന്നേരം ഈ 0, 1, 2 എന്ന് പറയുന്ന നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്തായിരിക്കും, റാഡിക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 3 ആയിരിക്കും. അന്നേരം റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്ന ടേമിന്റെ മീനിങ് എന്താണ്, നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ ഡേറ്റ. നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ ഡേറ്റ ആണ് എന്ത്, റാഡിക്സ്. ഓക്കെ, അന്നേരം ഇവിടെ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്പർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് നമ്പറിന് പകരം സിമ്പിൾസ് വേണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഓൾറെഡി പറഞ്ഞായിരുന്നു. അന്നേരം സിംബോളിക് റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾക്ക് എന്ത് മാത്രമേ പഠിക്കാനുള്ളൂ, നമ്പർ സിസ്റ്റം മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്കറിയാം ഒരു വാച്ചിൽ നമുക്ക് ഓരോ ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് റോമൻ ലെറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. 9 പകരം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 10 പകരം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 1 പകരം എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അന്നേരം ഇങ്ങനെയുള്ള റെപ്രസെന്റേഷൻ ആണ് പറയുന്നത് സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അന്നേരം ഈ സിംബോളിക് റെപ്രസെന്റേഷനിൽ സിംബൽസിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ആ സിംബൽസിന് പകരം ആക്ച്വൽ നമ്പറിനെ തന്നെ റെപ്രസെന്റ് ചെയ്താൽ ആ സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം, നമ്പർ സിസ്റ്റം എന്ന് പറയാം. അന്നേരം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ എന്ന് പറഞ്ഞ ടേമിന്റെ മീനിങ് എന്താണ്, 2 എന്നാണ്. അന്നേരം 2 ഡിഫറെന്റ് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഇവിടുത്തെ 2 നമ്പർ ഓഫ് സിമ്പിൾസ് ആരൊക്കെയാണ്, 0ഉം 1ഉം ആണ്. എപ്പോഴും ആലോചിച്ചിരിക്കുക, ഒരു നമ്പർ സിസ്റ്റം തന്നാൽ അവിടുത്തെ ലോവസ്റ്റ് വാല്യൂ എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോവസ്റ്റ് വാല്യൂ എപ്പോഴും എവിടെ നിന്നായിരിക്കും, 0 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ഒരു നമ്പർ സിസ്റ്റം ഒക്ടൽ ആണെങ്കിൽ, ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 0 മുതൽ എവിടം വരെ ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റും, 4, 5, 6, 7 വരെ യൂസ് ചെയ്യാൻ പറ്റും. അന്നേരം 0 to 7 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 8 നമ്പേഴ്സ് ഉണ്ട്. അന്നേരം ഇവിടുത്തെ റാഡിക്സ് എന്തായിരിക്കും, 8 ആയിരിക്കും. അന്നേരം
ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് 8 ഡിഫറെന്റ് നമ്പേഴ്സിന്, ആ 8 ഡിഫറെന്റ് നമ്പേഴ്സ് ആരൊക്കെയാണ്? 0 to 7 ആണ്. അന്നേരം 8 ഡിഫറെന്റ് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്താണ്? 8 ആയിരിക്കും. ഓക്കെ, തിരിച്ച് ഡെസിമൽ എടുത്താൽ ഡെസിമൽ റെപ്രസെന്റേഷനിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് 0, 1 എക്സെട്ര അപ് ടു 9 വരെയുള്ള നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡേറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 0 മുതൽ എവിടെ വരെ? 9 വരെ. അന്നേരം എത്ര ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസ് ഉണ്ട് ഇവിടെ? 0 to 9 യൂസ് ചെയ്താൽ 10 ഉണ്ട്. അന്നേരം ഇവിടുത്തെ റാഡിക്സ് എന്തായിരിക്കും? 10 ആയിരിക്കും. അന്നേരം അത്രയും മാത്രം ഓർത്തിരിക്കുക. റാഡിക്സ് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഡിഫറെന്റ് നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്നു അത്രേ ഉള്ളൂ. ആ നമ്പേഴ്സിന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എവിടെ നിന്നായിരിക്കും തുടങ്ങുന്നത്? 0 എന്നായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അന്നേരം ഞാൻ അസ്യൂം ചെയ്യുന്ന ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 6 ആണെങ്കിൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാഡിക്സ് അല്ലെങ്കിൽ ബേസ് 6 ആണെങ്കിൽ എനിക്ക് എവിടം വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 0, 1, 2 എക്സെട്ര എവിടം വരെ പറ്റും? R-1 വരെ പറ്റും. R-1 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. R-1 ബൈനറി ആണെങ്കിൽ 2-1. 2-1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് പറഞ്ഞാൽ 0യും 1 മാത്രമേ പറ്റത്തുള്ളൂ. ഒക്ടൽ ആണെങ്കിൽ റാഡിക്സ് 8 ആണ്. അന്നേരം 8-1 7 വരെ റെപ്രസെന്റ് ചെയ്യാം. ഡെസിമൽ ആണെങ്കിൽ റാഡിക്സ് 10 ആണ്. അന്നേരം 10-1 അന്നേരം എവിടം വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 9 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഹെക്സാ ഡെസിമൽ ആണെങ്കിൽ 16 ആണ് റാഡിക്സ്. 16 ആണെങ്കിൽ 16-1 ഈക്വൽ ടു 15 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റാഡിക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് നമ്പർ ഓഫ് സിമ്പിൾസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് നമ്പർ ഓഫ് വെറൈറ്റി ഓഫ് നമ്പേഴ്സ് ആണ് എന്ത്? ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. അന്നേരം ഏറ്റവും സിംപ്ലസ്റ്റ് നമ്പർ ആണ് ബൈനറി നമ്പർ. അന്നേരം ബൈനറി നമ്പറിന്റെ റെപ്രസെന്റേഷനിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. അന്നേരം 2 ഡിഫറെന്റ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റാഡിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും റാഡിക്സ്. ഓക്കെ, അന്നേരം അടുത്ത പോയിന്റ് ഓർത്തിരിക്കേണ്ട കാര്യം, ഈ റാഡിക്സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും. റാഡിക്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് റെപ്രസെന്റേഷൻ ബൈനറി ആയിരിക്കും. ഏറ്റവും ലോവസ്റ്റ് റെപ്രസെന്റേഷൻ ബൈനറി ആയതുകൊണ്ട് അവിടുത്തെ റാഡിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഒരിക്കലും റാഡിക്സിന്റെ വാല്യൂ 0, 1 ആവത്തില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി വെയിറ്റ് എന്താന്ന് പറഞ്ഞായിരുന്നു. വെയിറ്റ് ഇവിടെ ഒന്നുകൂടെ പറയാം. വെയിറ്റ് എന്താണ്? ഇവിടെ ഒരു റെപ്രസെന്റേഷൻ, ഒരു നമ്പർ തന്നിട്ടുണ്ട്. അതിന്റെ സഫിക്സ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? 2 കൊടുത്തിട്ടുണ്ട്. ആ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? റാഡിക്സ് ഈക്വൽ ടു എന്താണ്? റാഡിക്സ് ഈക്വൽ ടു 2 ആണ്. റാഡിക്സ് 2 ആണെങ്കിൽ ആ നമ്പർ എന്ത് റെപ്രസെന്റേഷൻ ആയിരിക്കും? ബൈനറി. ബൈനറി ആയിരിക്കും. ഓക്കെ, അന്നേരം അതൊരു ബൈനറി റെപ്രസെന്റേഷൻ ആണ്. അന്നേരം ഒരു ബൈനറി റെപ്രസെന്റേഷനിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ എന്താണ്? 111001110 ആണ് തന്നിരിക്കുന്ന നമ്പർ. ഓക്കെ, അന്നേരം ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് വന്ന നമ്പറിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയും. എന്ത് പറയും? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയും. ഏറ്റവും അവസാനം വന്ന നമ്പറിനെയാണ് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഒന്നുകൂടെ പറയാം, ഒരു ബൈനറി റെപ്രസെന്റേഷനിൽ ഏറ്റവും ലാസ്റ്റ് വന്ന നമ്പറിനെ പറയുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഏറ്റവും ലാസ്റ്റ് വന്ന നമ്പറിനെ പറയുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഇവിടെ ജനറലി ഈ 1നെയും 0യും പറയുന്ന പേര് ബിറ്റ് എന്നാണ് പറയുന്നത്. 1ഉം 0നും പറയുന്ന പേര് എന്താണ്? ബിറ്റ്. ഓക്കെ, അന്നേരം 0 എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റാണ്, 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിറ്റാണ്. അന്നേരം ഇവിടെ ബൈനറി റെപ്രസെന്റേഷനിൽ നമ്മൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബിറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. BITS ബിറ്റ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഫൈനൽ നമ്പറിനെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയാം. അതിന്റെ ഏറ്റവും അവസാനം വന്ന നമ്പറിന് എന്ത് പറയാം? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയാം. അന്നേരം ഇവിടുത്തെ സിഗ്നിഫിക്കൻസ് കൂടുതൽ ആർക്കായിരിക്കും? ഏറ്റവും അവസാനം വന്ന ആൾക്കായിരിക്കും. ഓക്കെ, അന്നേരം ഈ ബൈനറി നമ്പറിനെ എനിക്ക് ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ, ഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ ഓരോ നമ്പറിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നോട് പറയാം, അതിലെ ഓരോ ബിറ്റിനെ അല്ലെങ്കിൽ ഓരോ നമ്പറിന്റെ എന്തെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഏറ്റവും ലാസ്റ്റ് വന്ന നമ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും?
അതിന്റെ റാഡിക്സ് റേസ് ടു 0 ആയിരിക്കും. അന്നേരം ലാസ്റ്റ് വന്നതിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2⁻0 ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? 2⁻1 ആയിരിക്കും. അടുത്ത എന്തായിരിക്കും? 2⁻2 ആയിരിക്കും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോകും. ഓക്കെ, അന്നേരം ഈ നമ്പറിനെ ഡെസിമൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ എഴുതാൻ പറ്റും? അതിൽ ഓരോ നമ്പേഴ്സിനും എടുക്കുക. ഫസ്റ്റ് നമ്പറിന് ഞാൻ എടുത്ത് 0 എടുത്ത് അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? അതിന്റെ റാഡിക്സ് 2⁻ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് നമ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2⁻1 ആയിരിക്കും. നെക്സ്റ്റ് നമ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2⁻2 ആയിരിക്കും. നെക്സ്റ്റ് നമ്പർ ആരാണ്? നെക്സ്റ്റ് നമ്പർ 0 ആണ്. ആ 0യുടെ വെയിറ്റ് എന്തായിരിക്കും? 0യുടെ വെയിറ്റ് 2⁻3 ആയിരിക്കും. നെക്സ്റ്റ് 0യുടെ വെയിറ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് 0യുടെ വെയിറ്റ് 2⁻4 ആയിരിക്കും. നെക്സ്റ്റ് 1ന്റെ വെയിറ്റ് എന്തായിരിക്കും? 2⁻5 ആയിരിക്കും. നെക്സ്റ്റ് 1ന്റെ വെയിറ്റ് എന്തായിരിക്കും? 2⁻6 ആയിരിക്കും. നെക്സ്റ്റ് 2⁻ എന്തായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, അന്നേരം ഒരു നമ്പറിനെ ഡെസിമൽ ആയിട്ട്, ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിലെ ഓരോ നമ്പറിനെയും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആ വെയിറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ വെയിറ്റ് എന്തായിരിക്കും? റാഡിക്സ് റേസ് ടു 0 ആയിരിക്കും. ഇവിടെ റാഡിക്സ് 2 ആയതുകൊണ്ട് 2⁻ എന്തായിരിക്കും? 0 ആയിരിക്കും. ആ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിൽ നിന്ന് മുകളിലോട്ട് പോകുന്തോറും അതിന്റെ വെയിറ്റ് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? കൂടിക്കൊണ്ടേയിരിക്കും. 2⁻0 എന്ന് തുടങ്ങിയാൽ 2⁻1 ആവും, 2⁻2 ആവും. അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്നേരം ഈ ഫുള്ള് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ റെപ്രസെന്റേഷൻ കിട്ടും. ഈ നമ്പേഴ്സ് മൊത്തം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 230 കിട്ടും. ആ 230 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡെസിമൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. ഡെസിമൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ ബ്രാക്കറ്റിന് പുറത്ത് നമ്മൾ എന്ത് കൊടുക്കണം? 10 കൊടുക്കണം. ഓക്കെ, അന്നേരം 10 കൊടുത്താൽ അതിന്റെ മീനിങ് എന്താണ്? ഡെസിമൽ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, അന്നേരം ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞ സാർ ഒന്നുകൂടെ പറയാം. ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടെ പറയാം. 10 കൊടുക്കുന്നത് 10 കൊടുക്കുന്നത് എന്താന്ന് പറയാം. നമ്മൾ ഇവിടെ ഈ ബൈനറി റെപ്രസെന്റേഷനിൽ ഓരോ നമ്പേഴ്സിനെയും 2ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നമ്പർ ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിനെ ഓരോ നമ്പേഴ്സിനെയും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്ത് ആഡ് ചെയ്തിട്ട് ഫൈനൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഡെസിമൽ നമ്പർ ആയിരിക്കും. എല്ലായ്പ്പോഴും ഏത് നമ്പർ സിസ്റ്റം എടുത്താലും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഡെസിമൽ നമ്പർ ആയിരിക്കും. അത് ബൈനറി ആണെങ്കിലും ഒക്ടൽ ആണെങ്കിലും ഹെക്സാഡെസിമൽ ആണെങ്കിലും ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? ഡെസിമൽ നമ്പർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ വരുന്ന ആൻസറിനകത്ത് 0 മുതൽ 9 വരെ വരാൻ പറ്റും. എന്നോട് പറയാം, നമ്മൾ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഫൈനൽ കിട്ടുന്ന ആൻസറിനകത്ത് എന്തൊക്കെ വരാം? 0 മുതൽ 9 വരെ വരാം. 0 മുതൽ 9 വരെ വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്താണ്? അല്ലെങ്കിൽ റാഡിക്സ് എന്താണ്? 10 ആണ്. ബേസ് അല്ലെങ്കിൽ റാഡിക്സ് 10 ആണെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാം? ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അന്നേരം ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ഓരോ കറസ്പോണ്ടിങ്സിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫൈനലി കിട്ടുന്ന എന്തായിരിക്കും? എല്ലായ്പ്പോഴും ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഞാൻ വേറൊരു ബൈനറി നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നു. സീറോ 1 0 1 0 1. ഓക്കെ, അന്നേരം ഈ നമ്പറിനെ എനിക്ക് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓൾറെഡി ചെയ്ത പോലെ തന്നെ അതിലെ ഓരോ നമ്പറിനെയും എന്ത് ചെയ്യണം? ഓരോ നമ്പറിനെയും അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ബൈനറി ആയതുകൊണ്ട് ഇതിന്റെ റാഡിക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. അന്നേരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട വെയിറ്റിന്റെ ബേസ് എന്തായിരിക്കും? 2 ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2⁻ പവർ കൊണ്ടായിരിക്കും. ഇവിടെ 2ന് പകരം 3 വന്നാൽ ഇവിടെ എന്തായിരിക്കും? 3 ആയിരിക്കും. അന്നേരം ബൈനറി ആയതുകൊണ്ടാണ് ഞാൻ എന്തെടുത്തത്? ഇവിടെ ബേസ് എന്തെടുത്തത്? 2 എടുത്തത്. ഓക്കെ, അന്നേരം ഈ നമ്പർ ഞാൻ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അതിലെ ഫസ്റ്റ് നമ്പറിനെ എടുത്ത് ഫസ്റ്റ് നമ്പറിന് പറയുന്ന പേരെന്താണ്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അല്ലെങ്കിൽ LSB എന്ന് പറയും. ഇവിടുത്തെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആരാണ്? 0 ആണ്. ഓക്കെ,
അന്നേരം ഈ ബൈനറി നമ്പറിനെ ഞാൻ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അന്നേരം ഞാൻ ഫസ്റ്റ് ആരെ ആയിരിക്കും എടുക്കുന്നത്? ഫസ്റ്റ് LSB ആയിരിക്കും എടുക്കുന്നത്. ആ LSBയെ ആ ബേസ് അല്ലെങ്കിൽ ആ റാഡിക്സ് 2 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 0 എന്ന് പറഞ്ഞാൽ ഈ 1ന്റെ വെയിറ്റ് ആണ് 2 1ന്റെ വെയിറ്റ് ആണ് എന്ത്? 2 പ്ലസ് നെക്സ്റ്റ് നമ്പർ ആരാണ്? നെക്സ്റ്റ് നമ്പർ 0 ആണ്. ആ 0യുടെ വെയിറ്റ് എന്താണ്? 2 ആണ്. പ്ലസ് നെക്സ്റ്റ് നമ്പർ ആരാണ്? നെക്സ്റ്റ് നമ്പർ 1 ആണ്. അതിന്റെ വെയിറ്റ് എന്തായിരിക്കും? ഒന്നും കൂടെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ എന്താവും? 2 ആവും. നെക്സ്റ്റ് നമ്പർ ആരാണ്? നെക്സ്റ്റ് നമ്പർ 0 ആണ്. അന്നേരം എന്താവും? 0 ഇൻറ്റു 2 ആവും. നെക്സ്റ്റ് നമ്പർ ആരാണ്? 1 ആണ്. അന്നേരം 1 ഇൻറ്റു 2 ആവും. പ്ലസ് നെക്സ്റ്റ് നമ്പർ ആരാണ്? 0 ആണ്. അന്നേരം 0 ഇൻറ്റു എന്താവും? 2 ആവും. ഓക്കെ, അന്നേരം ടോട്ടൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 എന്താണ്? 1 ആണ്. എനി നമ്പർ റേസ് ടു ദ പവർ 0 അല്ലെങ്കിൽ ഏത് നമ്പർ റേസ് ടു 0 എന്തായിരിക്കും? 1 ആയിരിക്കും. അന്നേരം 1 ഇൻറ്റു 2 നമുക്ക് എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. 0 ഇൻറ്റു 2 0 ആണ്. 0 ഇൻറ്റു 2 ആണ്. ഇവിടത്തെയും 0 ഇൻറ്റു ഇവിടെ 1 ആയിരുന്നു, ഓൾറെഡി 1 ആയിരുന്നു. അന്നേരം 1 ഇൻറ്റു 2 എന്താവും? 4 ആവും. നെക്സ്റ്റ് 0 ഇൻറ്റു 2 എന്താവും? 0 ആവും. 1 ഇൻറ്റു 2 എന്താണ്? 16 ആണ്. പ്ലസ് 0 ഇൻറ്റു 2 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 21 കിട്ടും. ഈ 21 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡെസിമൽ നമ്പർ ആയിരിക്കും. എന്ന് പറഞ്ഞാല് അതിന്റെ ബ്രാക്കറ്റിന് പുറത്ത് എന്ത് ഇട്ട് കൊടുക്കണം? 10 ഇട്ട് കൊടുക്കണം. ഓക്കെ, അന്നേരം ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഓരോ ബിറ്റിനെയും അതിന്റെ കറസ്പോണ്ടിങ് വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അന്നേരം ആ ഫൈനൽ കിട്ടുന്ന ആൻസർ നമുക്ക് ഏത് റെപ്രസെന്റേഷനിലായിരിക്കും കിട്ടുന്നത്? ഡെസിമൽ റെപ്രസെന്റേഷനിലായിരിക്കും കിട്ടുന്നത്. ഡെസിമൽ റെപ്രസെന്റേഷൻ. ഓക്കെ, 1 ഇൻറ്റു 2 അല്ലേ വരിക? ഇല്ല 2 അല്ല. 2 എന്താണ്? 1 ആണ്. 2 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2 കിട്ടുന്നത്. എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. 1 ആയിരിക്കും. ഓക്കെ. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിൽ, കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആണ് ജനുവരിയിൽ വരുന്ന എക്സാം. ഓക്കെ, അന്നേരം ക്ലാസ് കൊണ്ട് 1.5 മണിക്കൂർ ക്ലാസ് കൊണ്ട് മാക്സിമം എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യത്തോളൂ? ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 യൂസ് ചെയ്തിട്ട് ഒരു ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യത്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം ഒരു വെറും 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താണ്? വെറും 0 ബൈനറിയില് വെറും 0 എന്ന് പറഞ്ഞാൽ അത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എന്തായിരിക്കും? ഞാൻ ബൈനറി റെപ്രസെന്റേഷൻ എടുക്കുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ റെപ്രസെന്റേഷൻ എടുക്കുന്നു. ബൈനറി റെപ്രസെന്റേഷനും അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ റെപ്രസെന്റേഷനും. ഓക്കെ, അന്നേരം ഞാൻ ബൈനറിയിൽ 0 എടുത്തു. ബൈനറിയിൽ 0 ആണെങ്കിൽ ഡെസിമൽ എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഈ 0ക്ക് വരെ ഞാൻ 4 നമ്പർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. 4 നമ്പർ. അന്നേരം 0000 ആണെങ്കിൽ ഡെസിമൽ എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. 0001 ആണെങ്കിൽ ഡെസിമൽ എന്തായിരിക്കും? 1 ആയിരിക്കും. 0010 ആണെങ്കിലോ? 0010 ആണ് ബൈനറി റെപ്രസെന്റേഷനിലെങ്കിൽ അതിന്റെ ഡെസിമൽ നമ്പർ അത് എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? 0010 ആണ് ബൈനറി. അതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും. കാരണം 0010യെ അതിന്റെ വെയിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 0 ഫസ്റ്റ് നമ്പർ 0 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു 2 പ്ലസ് 0 ഇൻറ്റു എന്താണ്? 2 അന്നേരം എപ്പോഴും ഓർക്കുക, 0 വരുന്ന നമ്പേഴ്സിനെ ഒരിക്കലും എടുക്കേണ്ട കാര്യമില്ല. കാരണം അതിനെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? 0 തന്നെ ആയിരിക്കും കിട്ടുന്നത്. അന്നേരം നോൺ 0 നമ്പറിനെ മാത്രം എന്ത് ചെയ്താൽ മതി? കൗണ്ട് ചെയ്താൽ മതി. പക്ഷെ അതിന്റെ വെയിറ്റ് മാറിപ്പോകല്ലോ. ഇപ്പൊ സെക്കൻഡിലാണ് 01 വന്നെങ്കിൽ
2 1 ആയിരിക്കണം എടുക്കേണ്ടത്, അല്ലാതെ 2 0 കൊടുത്തിട്ട് കാര്യമില്ല. അന്നേരം 0010 എന്ന് പറയുന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ എന്തായിരിക്കും കിട്ടുന്നത്? 2 ആയിരിക്കും കിട്ടുന്നത്. അന്നേരം 0010യുടെ ഡെസിമൽ റെപ്രസെന്റേഷൻ എന്താണ്? 2 ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം 2നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്താൽ മതി? 0010 എന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് നമ്പർ 0011 എടുക്കുന്നു. 11 വന്നാല് അതിന്റെ റെപ്രസെന്റേഷൻ 3 ആയിരിക്കും. കാരണം 1 × 2 1 കിട്ടും. 1 × 2 എന്ത് കിട്ടും? 2 കിട്ടും. 1 + 2 = എന്ത് കിട്ടും? 3 കിട്ടും. നെക്സ്റ്റ് റെപ്രസെന്റേഷൻ 0100. ഇതിന്റെ ഡെസിമൽ കൺവേർഷൻ ആക്കിയാൽ എന്ത് കിട്ടും? 0100. ഇതിൻ്റെത് 2 ആയിരിക്കും. ഇതിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇതിന്റെ വെയിറ്റ് എന്തായിരിക്കും? 2 ആയിരിക്കും. അന്നേരം ഇവിടെ 0 ആയതുകൊണ്ട് അതിന്റെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെയും 0 ആണ്. ഇവിടെ എന്താണ്? 0 ആണ്. അന്നേരം നമ്മൾ എന്തിനെ മാത്രം എടുത്താൽ മതി? ഇതിനെ മാത്രം എടുത്താൽ മതി. അന്നേരം 1 × 2 = എന്തായിരിക്കും? 4 ആയിരിക്കും. അന്നേരം 0100 എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. 0101 എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ആയിരിക്കും. 0110 എന്ന് പറയുന്നത് 6 ആയിരിക്കും. 0111 എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 ആയിരിക്കും. അതുപോലെ ഫൈനലി 111 എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 ആയിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ 111 എടുത്ത് നോക്കിയാല് അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 × 2 പ്ലസ് 1 × 2 പ്ലസ് 1 × 2 പ്ലസ് 1 × 2 ഈക്വൽ ടു 1 × 2 എന്താണ്? 1 ആണ്. 1 × 2 എന്താണ്? 2 ആണ്. പ്ലസ് 1 × 2 എന്താണ്? 4 ആണ്. 1 × 2 എന്താണ്? 8 ആണ്. ഈക്വൽ ടു നമുക്ക് എന്ത് വരും? ഈക്വൽ ടു 15 വരും. ഓക്കെ, അന്നേരം 111 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ആണ്. ഡെസിമൽ റെപ്രസെന്റേഷൻ എന്താണ്? 15 ആണ്. ഓക്കെ, അന്നേരം ഫുള്ള് 0 ആണെങ്കിൽ 0 ആയിരിക്കും. ഫുള്ള് 1 ആണെങ്കിൽ എന്തായിരിക്കും? 15 ആയിരിക്കും. അന്നേരം 0 മുതൽ 15 വരെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 0 മുതൽ 16 വരെ റെപ്രസെന്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹെക്സാ ഡെസിമൽ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അന്നേരം നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആക്കുന്നത് മാത്രം ഓർത്തിരിക്കുക. 0 എന്ന് പറഞ്ഞാൽ ഫുള്ള് 0 ആയിരിക്കും. 1 എന്ന് പറഞ്ഞാൽ 001 ആയിരിക്കും. നെക്സ്റ്റ് 0010 ആയിരിക്കും. അടുത്തത് 11 ആയിരിക്കും. അടുത്തത് 100 ആയിരിക്കും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് വരും. ഓക്കെ, ഈ പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കറസ്പോണ്ടിങ് ഡെസിമൽ ആക്കിയാൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഹലോ, ഡൗട്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാം. സാർ ഇപ്പൊ ലാസ്റ്റ് ചെയ്തത് റാഡിക്സ് എന്താ 15 പറഞ്ഞു? ലാസ്റ്റ് അതിന്റെ റാഡിക്സ് ആയിട്ട് ബേസ് ആയിട്ട് ഇടണ്ടേ? അല്ല, ലാസ്റ്റ് നമുക്ക് കിട്ടിയത് 15 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ 0 മുതൽ 15 വരെ ഡെസിമല് റെപ്രസെന്റ് ചെയ്തേ ഉള്ളൂ. 0 മുതൽ 15 വരെ നമ്മൾ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. അന്നേരം 0 മുതൽ 15 വരെ റെപ്രസെന്റ് പറ്റുവാണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ഹെക്സാ ഡെസിമലിന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫ്രാക്ഷൻ വന്നിരിക്കുന്ന ഒരു ബൈനറി നമ്പർ തന്നിരിക്കുന്നു. ഫ്രാക്ഷൻ വന്നു. ഓക്കെ, ഫ്രാക്ഷൻ വരാത്തത് നമ്മൾ ഓൾറെഡി നോക്കി. ഫ്രാക്ഷൻ വരാത്ത നമ്പറിൽ 2 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 2 അങ്ങനെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഇവിടെ പക്ഷെ എന്ത് വന്നിട്ടുണ്ട്? ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അന്നേരം 101 എന്ന് പറയുന്നത് 101 എന്ന് പറയുന്നത് ഡെസിമൽ പോയിന്റും 0.101 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രാക്ഷണൽ പാർട്ടും ആയിരിക്കും. അന്നേരം ഇവിടെ ഡെസിമൽ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഓക്കെ, അന്നേരം ഈ 101നെ റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 101നെ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 101 ഈക്വൽ ടു എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതിന്റെ ഡെസിമൽ റെപ്രസെന്റേഷനിൽ
ഫസ്റ്റ് ബിറ്റിന് എടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റായ 1 എടുക്കുക. ഈ 1 എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്? 2⁻0 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് 0 എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നെക്സ്റ്റ് 1 എടുക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അന്നേരം 101 റെപ്രസെന്റ് ചെയ്യാൻ നമുക്കറിയാം. അന്നേരം 101 റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 1 × 2⁻0 = 1 പ്ലസ് 0 × എനി നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്ലസ് 1 × 2² 1 × 2² എന്താണ്? 4 ആണ്. = എന്ത് കിട്ടും? 5 കിട്ടും. ഓക്കെ, അന്നേരം ഞാൻ തന്നിരിക്കുന്ന ഡിജിറ്റൽ റെപ്രസെന്റേഷനിൽ അല്ലെങ്കിൽ ബൈനറി റെപ്രസെന്റേഷനിൽ ഞാൻ അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് അല്ലാണ്ട് ബാക്കിയുള്ള പാർട്ടിനെ 101 മാത്രം എന്താക്കി? ഡെസിമൽ ആക്കി. ഓക്കെ, നെക്സ്റ്റ് ഇനി ആരുണ്ട്? നെക്സ്റ്റ് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 101 ഉണ്ട്. അന്നേരം പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പറിൽ സൂക്ഷിക്കേണ്ട കാര്യം 0.101 എന്നാണ് വന്നിരിക്കുന്നത്. പോയിന്റ് വന്ന് കഴിഞ്ഞിട്ടുള്ള നമ്പറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് വരുന്ന നമ്പർ ആയിരിക്കും MSB. ഫസ്റ്റ് വരുന്ന നമ്പർ ആയിരിക്കും എന്ത്? MSB. ലാസ്റ്റ് വരുന്ന നമ്പർ ആയിരിക്കും LSB. ഓക്കെ, ഫസ്റ്റ് വരുന്ന നമ്പർ എന്തായിരിക്കും? MSB ആയിരിക്കും. ലാസ്റ്റ് വരുന്ന നമ്പർ എന്തായിരിക്കും? LSB ആയിരിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് MSBയിലുള്ള നമ്പറിനെ ആയിരിക്കും ഫസ്റ്റ് എടുക്കേണ്ടത്. MSBയിലുള്ള നമ്പർ ആരാണ്? 1 ആണ്. ആ 1 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് 2⁻0 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. പക്ഷെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2⁻−1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2⁻−1. നെക്സ്റ്റ് 0 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഈ 0 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 2⁻−2 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പ്ലസ് നെക്സ്റ്റ് 1 ലാസ്റ്റ് LSBയിലുള്ള 1 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്തുകൊണ്ടായിരിക്കും? 2⁻−3 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. = 2⁻−1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻−1 എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻m എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ A⁻m ആണ്. A⁻m എന്താണ്? 1 ഡിവൈഡഡ് ബൈ A⁻m ആണ്. അതുകൊണ്ട് 2⁻−1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/2 ആയിരിക്കും. 2⁻−1 എന്തായിരിക്കും? 1/2 ആയിരിക്കും. 2⁻−2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2² ആയിരിക്കും. അന്നേരം മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പവർ മൈനസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് 1 ഡിവൈഡഡ് ബൈ ആ നമ്പർ ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ. അന്നേരം പവർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, അന്നേരം ഇവിടെ 1 × 2⁻−1 ഉണ്ട്. 2⁻−1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 2 ആണ്. പ്ലസ് 0 × എനി നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. പ്ലസ് 1 × 2⁻−3. 2⁻−3 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും. ഓക്കെ, = 1/2ന്റെ ആൻസർ എന്താണ്? 1/2 നിങ്ങൾക്ക് അറിയാം 0.5 ആണ്. 0.5 പ്ലസ് 1/8 എന്താണ്? 1/2 0.5 ആണ്. 1/4 0.25 ആണ്. 1/8 എന്നേരം എന്താവും? 0.125 ആവും. 0.125. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0.625 കിട്ടും. ഓക്കെ, അന്നേരം ഞാൻ ഈ തന്നിരിക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഫ്രാക്ഷൻ ഉള്ള പാർട്ട് എനിക്ക് എന്ത് കിട്ടി? 0.0625 കിട്ടി. ഫ്രാക്ഷൻ ഇല്ലാത്ത പാർട്ട് എനിക്ക് എന്ത് കിട്ടി? 5 കിട്ടി. ദെയർഫോർ ടോട്ടൽ നമ്പർ കിട്ടാൻ ഫ്രാക്ഷൻ ഇല്ലാത്ത പാർട്ട് ആദ്യം എഴുതുക, ഫ്രാക്ഷൻ ഉള്ള പാർട്ടിന്റെ ഡെസിമൽ റെപ്രസെന്റേഷൻ അത് കഴിഞ്ഞിട്ട് എഴുതുക. = 5.625 ആയിരിക്കും ആൻസർ. ഓക്കെ, ഇതിന്റെ റാഡിക്സ് എന്തായിരിക്കും? 10 ആയിരിക്കും. എന്തുകൊണ്ടാണ് റാഡിക്സ് 10 ആയത്? അതിന് നമുക്ക് 0 മുതൽ 9 വരെയുള്ള ഏത് നമ്പർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അന്നേരം ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഫ്രാക്ഷണൽ പോയിന്റ് തന്നാല് അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്പർ തന്നാല് അവിടെ എങ്ങനെയാണ് എടുക്കേണ്ടത്? പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് നമ്പർ ആരായിരിക്കും? MSB ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് നമ്പർ MSB ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? LSB ആയിരിക്കും. അന്നേരം പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് നമ്പറിന്റെ പവർ എന്തായിരിക്കും? 2⁻−1 ആയിരിക്കും. നെക്സ്റ്റ് 2⁻−2 ആയിരിക്കും. നെക്സ്റ്റ് 2⁻−3 ആയിരിക്കും. അങ്ങനെ കുറഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, അന്നേരം ആലോചിക്കുക, ഫ്രാക്ഷൻ വന്നാല് അവിടുത്തെ വെയിറ്റ് എന്തായിരിക്കും?
2⁻⁻⁴ ആയിരിക്കും. 2⁻⁻⁴ ആയിരിക്കും. അത് ആലോചിച്ചിരിക്കുക. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബൈനറി ടു ഡെസിമൽ അല്ലെങ്കിൽ ബൈനറി ടു ഒക്ടൽ അല്ലെങ്കിൽ ബൈനറി ടു ഹെക്സാഡെസിമൽ ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ്. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ആരുടെയോ ഓഡിയോ ഓണായി കിടക്കുന്നു. ഹലോ, ആരുടെയോ ഓഡിയോ ഓണായി കിടപ്പുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഒരു ഫ്രാക്ഷണൽ പാർട്ട് ബൈനറി തന്നാൽ എങ്ങനെ ഡെസിമൽ ആക്കാന്നുള്ളത് പറഞ്ഞത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ. ഗൂഗിൾ. ഹലോ, ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു. അന്നേരം ഇവിടെ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അന്നേരം ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ 0 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1 യൂസ് ചെയ്യാം. അന്നേരം ഒരു ലാർജ് നമ്പർ തന്നാല്, ഇപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നത് 848 എന്ന് പറയുന്ന നമ്പർ ആയിരുന്നു. അന്നേരം ഇത് ഡെസിമൽ ആണെങ്കിൽ ഇതിനെ ബൈനറി ആക്കുമ്പോൾ എനിക്ക് എന്ത് വരും? കുറെ സീറോസ് ആൻഡ് വൺസ് വരും. അന്നേരം നമുക്കൊരു ബൈനറി റെപ്രസെന്റേഷനിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ലോങ് സ്ട്രിങ് ഓഫ് വൺസ് ആൻഡ് സീറോസ് എന്ന് പറഞ്ഞാല് ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് വൺസ് ആൻഡ് സീറോസിന്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 3 നമ്പേഴ്സ് മതി, 8ഉം 4ഉം 8ഉം മതിയെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ബൈനറി ആക്കുമ്പോൾ ലാർജ് നമ്പർ ഓഫ് വൺസ് ആൻഡ് സീറോസ് വേണ്ടി വരും. അതാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് പ്രത്യേകത. നമുക്ക് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലാർജ് നമ്പർ ഓഫ് വൺസ് ആൻഡ് സീറോസ് ആവശ്യമായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത് 110011 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന് എടുക്കുന്നു. ഇതില് 3 നമ്പേഴ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്താൽ എന്ന് പറഞ്ഞാല് 3 ബൈനറി ബിറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ചെയ്യുന്നു. അന്നേരം 011നെ ഒരു ഗ്രൂപ്പ് ആക്കുന്നു, 110നെ ഞാൻ എന്താക്കുന്നു? നെക്സ്റ്റ് ഗ്രൂപ്പ് ആക്കുന്നു. ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുന്നു ഒരു അഡീഷണലി ഒരു 1 വന്നെന്ന് അസ്യൂം ചെയ്യുന്നു. അഡീഷണലി 1 വന്നാൽ അതിനെ 3 ബിറ്റ്സിന്റെ ഗ്രൂപ്പ് ആക്കാൻ ഇല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? 2 0 ആഡ് ചെയ്യാം. അന്നേരം എന്ത് ചെയ്യാം? വീണ്ടും എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്യാം. അന്നേരം ഇവിടെ 3 ബിറ്റ്സിനെ ഈ ഗ്രൂപ്പ് ചെയ്തിട്ട് ഞാൻ എന്താക്കി? ഒരൊറ്റ നമ്പർ ആക്കി. എന്നോട് പറയാം, ബൈനറി നമ്പറിലെ ഓരോ 3 ബിറ്റ്സിനെയും ലെഫ്റ്റ് ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഒരു നമ്പർ തന്നാൽ 110111 ഇങ്ങനെ ഒരു നമ്പർ തന്നാൽ ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ഈ സൈഡിൽ നിന്നായിരിക്കും ഗ്രൂപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ LSBയുടെ സൈഡിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യുന്നത്. അന്നേരം ഈ 3 നമ്പേഴ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു, ഈ 3 ബിറ്റ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ലാസ്റ്റ് വന്ന നമ്പറിന് ഗ്രൂപ്പ് ചെയ്യാൻ നമ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ലെഫ്റ്റിൽ സീറോസ് ആഡ് ചെയ്താൽ മതി. അന്നേരം ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും? സീറോസ് ആഡ് ചെയ്യാൻ പറ്റും. അന്നേരം 3 ബിറ്റ്സിനെ ചേർത്തിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് ഒക്ടൽ. ഇമ്പോർട്ടന്റ് ആണ്. 3 ബൈനറി ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? ഒക്ടൽ ആയിട്ട് മാറും. ഒക്ടൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഒക്ടലിൽ എനിക്ക് 0 മുതൽ എവിടം വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? 0 മുതൽ 7 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ബൈനറി ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താൽ ആ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? ഒക്ടൽ എന്നാണ്. ആ ഒക്ടൽ എന്ന് പറഞ്ഞാൽ 0 മുതൽ 7 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 0 to 7 എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് പോസിബിൾ വേ ഉണ്ട്? 8 നമ്പർ ഓഫ് പോസിബിൾ വേ ഉണ്ട്. കാരണം 0 മുതൽ എനിക്ക് എവിടെ വരെ റെപ്രസെന്റ് ചെയ്യാം? 7 വരെ റെപ്രസെന്റ് ചെയ്യാം. 0 1 2 3 7 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 8 നമ്പേഴ്സ് ഉണ്ട്. അന്നേരം ഒരു 3 ബൈനറി ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താൽ എനിക്ക് ഏത് നമ്പർ സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഒക്ടൽ നമ്പർ സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്താണ്? 8 ആണ് റാഡിക്സ്. ഓക്കെ, തിരിച്ച് ഞാൻ 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താൽ 4 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി റെപ്രസെന്റേഷനിൽ അടുത്തടുത്തുള്ള 4 ബിറ്റ്സിനെ ഞാൻ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ചെയ്യും.
ഇപ്പൊ എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുന്നു. ഓക്കെ, അന്നേരം ഇവിടെ ഞാൻ 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അന്നേരം ലാസ്റ്റിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്, LSB എന്നായിരിക്കും തുടങ്ങുന്നത്. ഈ 4 ബിറ്റ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്യും. നെക്സ്റ്റ് 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യും. നെക്സ്റ്റ് 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യും. ഈ 1ന് ഗ്രൂപ്പ് ചെയ്യാൻ നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, അതിന്റെ ലെഫ്റ്റിൽ എന്ത് കൊടുത്താൽ മതി, 0 കൊടുത്താൽ മതി. ഓക്കെ, അന്നേരം ഈ 4 ബിറ്റ്സിനെ എനിക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ചെയ്യാം. അന്നേരം അടുത്തടുത്തുള്ള 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താല് ആ നമ്പർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്താണ്, 16 ആണ് റാഡിക്സ്. ഓക്കെ, അന്നേരം ഒന്നുകൂടെ പറയാം, ഒരു നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റത്തിലെ LSB എന്ന് തുടങ്ങുന്ന ഏറ്റവും ലാസ്റ്റ് ബിറ്റിൽ നിന്ന് തുടങ്ങുന്ന ഓരോ 4 ബിറ്റ്സിനെയും ഗ്രൂപ്പ് ചെയ്താല് എനിക്ക് ഏത് നമ്പർ സിസ്റ്റം കിട്ടും, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം കിട്ടും. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്താണ്, 16 ആണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് 0 മുതൽ എവിടം വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, 0 മുതൽ 15 വരെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്, 0 മുതൽ 16 വരെ ഡയറക്റ്റ് റെപ്രസെന്റ് ചെയ്യത്തില്ല. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തില് 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. അടുത്ത 10ന് പകരം A എന്ന് റെപ്രസെന്റ് ചെയ്യും. എന്തുകൊണ്ട് പറഞ്ഞത്, 10ന് പകരം എന്ത് റെപ്രസെന്റ് ചെയ്യും, A എന്ന് റെപ്രസെന്റ് ചെയ്യും. 11ന് പകരം B എന്ന് റെപ്രസെന്റ് ചെയ്യും. 12ന് പകരം C എന്ന് റെപ്രസെന്റ് ചെയ്യും. 13ന് പകരം D എന്ന് റെപ്രസെന്റ് ചെയ്യും. 14ന് പകരം E എന്ന് റെപ്രസെന്റ് ചെയ്യും. Fന് പകരം എന്ത് ചെയ്യാം, 15ന് പകരം എന്ത് ചെയ്യാം, F എന്ന് റെപ്രസെന്റ് ചെയ്യാം. അന്നേരം ടോട്ടൽ ഇവിടെ ടോട്ടൽ 10 നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്, 6 ലെറ്റേഴ്സ് ഉണ്ട്. അന്നേരം ടോട്ടൽ 10 + 6 = 16 നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 16 സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റാഡിക്സ് R = എന്തായിരിക്കും, ഹെക്സാഡെസിമലില് 16 ആയിരിക്കും റാഡിക്സ്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഗ്രൂപ്പ് ചെയ്താൽ അപ്പം ഒന്നില്ലെങ്കിൽ ഒക്ടൽ വരും, ഇല്ലെങ്കിൽ ഹെക്സ് വരും, ഡെസിമൽ വരൂല. ഇല്ല, ഡെസിമൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു, ആ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ, ഡെസിമൽ കിട്ടത്തുള്ളൂ. ബൈനറി നമ്പേഴ്സിനെ ഒന്നെങ്കിൽ നമുക്ക് ഒക്ടലായിട്ട് ഗ്രൂപ്പ് ചെയ്യാം 3 ബിറ്റ്സിനെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഹെക്സാഡെസിമൽ ആക്കാൻ പറ്റും. പക്ഷെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ഒരിക്കലും നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല, ഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആകെ ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ, എന്ത്, അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അല്ല, ഈ ചെയ്യുന്ന മെത്തേഡ് മാത്രമേ എന്തുള്ളൂ, ഡെസിമൽ റെപ്രസെന്റേഷനുള്ളൂ. എന്ന് പറഞ്ഞാല് ഒരു ബൈനറി നമ്പറിന്റെ ഓരോ ബിറ്റ്സിന്റെയും വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. അന്നേരം ഫ്രാക്ഷന് തൊട്ട് മുന്നേ ഉള്ള, അന്നേരം ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പർ ആകുമ്പോൾ വെയിറ്റ് എന്തായിരിക്കും, 2⁻0, 2⁻1, 2⁻2 അങ്ങനെ ആയിരിക്കും. ഫ്രാക്ഷൻ ഉള്ള നമ്പറിന്റെ വെയിറ്റ് എന്തായിരിക്കും, 2⁻−1, 2⁻−2, 2⁻−3 അങ്ങനെ ആയിരിക്കും. അന്നേരം ഈ ഒരു റെപ്രസെന്റേഷൻ മാത്രമേ എന്തുള്ളൂ, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ഉള്ളൂ. ഓക്കെ, അന്നേരം ഗ്രൂപ്പ് ചെയ്താല് നമുക്ക് എന്തിനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഡെസിമൽ നമ്പർ സിസ്റ്റം മേക്ക് ചെയ്യാൻ പറ്റത്തില്ല ഫ്രം ബൈനറി നമ്പർ സിസ്റ്റം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സാർ ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നതൊന്ന് നോട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് തരണേ. ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് പരിചയമില്ലാത്ത മേഖല ആയത് കാരണം ഞങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്നൊന്നും ഒരു അത് 2 ദിവസത്തോടുകൂടി അത് എത്തും. പക്ഷെ അതുവരെ ഒന്ന് സാറ് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും സോൾവ് ചെയ്യാം. ക്ലാസ്സിൽ ഫസ്റ്റ് തിയറി ബേസിക്സ് ചെയ്തിട്ട് ഓരോ ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അന്നേരം ഈ പോർഷൻസിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. കാരണം നിങ്ങൾ നോൺ ടെക്നിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട്
ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അന്നേരം ബേസിക് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിന്റെ എല്ലാ കൺസെപ്റ്റും മനസ്സിലാവും. ഏത് ക്വസ്റ്റ്യൻസ് തന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അന്നേരം നിങ്ങളുടെ സെയിം എക്സാമിനും അല്ലെ അതുപോലത്തെ വേറെ ടെക്നിക്കൽ എക്സാംസിനും ഈ പോർഷൻസിൽ നിന്ന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ അന്നേരം ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 4 ബിറ്റ്സിന് എന്ത് ചെയ്യും, നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഹെക്സാ ഡെസിമൽ കിട്ടും. ഓക്കെ, അന്നേരം 4 സീറോസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഹെക്സാ ഡെസിമലിൽ 0 കിട്ടും. ഹെക്സാ ഡെസിമലിൽ 0 റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 4 സീറോസ് കൊടുത്താൽ മതി. 0001 ആണെങ്കിൽ അതെന്തായിരിക്കും, ഹെക്സാ ഡെസിമലില് 1 ആയിരിക്കും. 0010 ആണെങ്കിൽ എന്തായിരിക്കും, 2 ആയിരിക്കും. 0011 ആണെങ്കിൽ അതെന്തായിരിക്കും, 3 ആയിരിക്കും. എന്ന് പറഞ്ഞാല് നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഈ ഓർഡർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ആ ഓർഡർ കണ്ടുപിടിക്കാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0000 എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ ഒരു 1 വരും. 1 വന്നാൽ എന്താവും, അത് 1 ആയിട്ട് മാറും. നെക്സ്റ്റ് വരുന്നത് 00, ഈ 1 10 ആയിട്ട് മാറും. 10 വന്നാൽ അത് 2 ആണ്. അന്നേരം 2 എന്ന് പറഞ്ഞാൽ അത് ഹെക്സാ ഡെസിമലിൽ 2 ആയിരിക്കും, ഡെസിമലിൽ എന്ത് തന്നെ ആയിരിക്കും, 2 ആയിരിക്കും. നെക്സ്റ്റ് ഇതിന്റെ കൂടെ വീണ്ടും ഒരു 1 കൂടെ വന്നാൽ എന്താവും, 1 ആവും. നെക്സ്റ്റ് ഇതിന്റെ കൂടെ വീണ്ടും ഒരു 1 വന്നാൽ 100 ആവും. നെക്സ്റ്റ് വീണ്ടും 1 വന്നാൽ 101 ആവും. നെക്സ്റ്റ് വീണ്ടും 1 വന്നാൽ എന്താവും, 110 ആവും. അന്നേരം ഇവിടെ നോക്കിയാൽ ഈ പാറ്റേൺ എന്ത് തന്നെയാണ്, ഈ പാറ്റേൺ എല്ലായിടത്തും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. നെക്സ്റ്റ് നമ്പറിൽ 111 എന്നാണ് വരുന്നത്. അന്നേരം ഈ 0101 എന്ത് ചെയ്ത് വരും, റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക, ഇതിന്റെ ലാസ്റ്റ് വരുന്ന 00011011 എന്ത് ചെയ്താണ് വരുന്നത്, റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 001011 എന്ത് ചെയ്ത് വരും, ഓരോ നമ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഫസ്റ്റ് 4 നമ്പറിൽ ആദ്യത്തത് 00 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും, 01 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും, 10 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും, 11 ആയിരിക്കും. ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക, ലാസ്റ്റ് നമ്പേഴ്സ് 00011011 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫസ്റ്റ് 4 ഡിജിറ്റില് 00 ആയിരിക്കും. നെക്സ്റ്റ് 01 ആയിരിക്കും. ഫസ്റ്റ് 2 നമ്പേഴ്സ്. നെക്സ്റ്റ് എന്തായിരിക്കും, 10 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും, 11 ആയിരിക്കും. അന്നേരം ഒരു ബൈനറി റെപ്രസെന്റേഷനിൽ 4 ബിറ്റ്സ് ചേർന്നാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, 4 ബിറ്റ്സ് ചേർന്നാൽ അതിനെ ഹെക്സാ ഡെസിമൽ എന്ന് പറയാം. ഇവിടെ ഹെക്സാ ഡെസിമൽ നോക്ക്, ലാസ്റ്റ് വന്നപ്പോൾ ഹെക്സാ ഡെസിമൽ എന്താണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, നമ്പറിന് പകരം ലെറ്റർ ആണ്. അന്നേരം 9 വരെ നമ്പർ ആയിരുന്നു, 9 വരെ നമ്പർ ആയിരുന്നു. പക്ഷെ 10 ആയപ്പോഴേക്ക് 10നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലെറ്റർ യൂസ് ചെയ്ത്, ക്യാപിറ്റൽ എ യൂസ് ചെയ്ത്. 11ന് പകരം എന്ത് ചെയ്ത്, ക്യാപിറ്റൽ ബി യൂസ് ചെയ്ത്. 12ന് പകരം ക്യാപിറ്റൽ സി യൂസ് ചെയ്ത്. അതുപോലെ 15 ആയപ്പോ എന്ത് യൂസ് ചെയ്ത്, എഫ് യൂസ് ചെയ്ത്. ഓക്കെ, അന്നേരം ഹെക്സാ ഡെസിമലിൽ നമ്പറും ഉണ്ട്, അതിന്റെ കൂടെ എന്തുകൊണ്ട്, ലെറ്റേഴ്സും ഉണ്ട്. ആൽഫബറ്റിക് ലെറ്റേഴ്സ് ആയ ABCDEF ഉണ്ട്. അന്നേരം ഈ റെപ്രസെന്റേഷനാണ് എന്തെന്ന് പറയുന്നത്, ഹെക്സാ ഡെസിമൽ എന്ന് പറയുന്നത്. ഹെക്സാ ഡെസിമലിന്റെ റാഡിക്സ് എന്താണ്, 16 ആയിരിക്കും റാഡിക്സ്. കാരണം നമുക്ക് ടോട്ടൽ 0 മുതൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എഫ് വരെ കൗണ്ട് ചെയ്യുമ്പോൾ എത്ര സിമ്പിൾസ് വരുന്നുണ്ട്, 16 സിമ്പിൾസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റാഡിക്സ് എന്തായിരിക്കും, ഇവിടുത്തെ റാഡിക്സ് 16 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ബേസ് എന്തായിരിക്കും, 16 ആയിരിക്കും. ഒന്നുകിൽ നമുക്ക് റാഡിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ബേസ് എന്ന് പറയാം. ഓക്കെ, ഈ പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, ബൈനറി റെപ്രസെന്റേഷനെ ഹെക്സാ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ഓക്കെ, അന്നേരം ഒന്നും കൂടെ ആ കാര്യം ഒന്നുകൂടെ പറയാം. ആ നമ്പറിന് എഴുതുന്നത് ഒന്നുകൂടെ പറയാം. ഓക്കെ, അന്നേരം ഹെക്സാ ഡെസിമലിൽ എനിക്ക് വേണ്ടത്, ഹെക്സാ ഡെസിമൽ കറസ്പോണ്ടിങ്
ബൈനറി. ഓക്കെ, ഹെക്സാഡെസിമൽ എനിക്ക് ഫസ്റ്റ് വേണ്ടത് 0 ആണ് വേണ്ടത്. ആ 0 റെപ്രസെന്റ് ചെയ്യാൻ എന്തായാലും ബൈനറിയിൽ ഹെക്സാഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് വേണം? 4 ഗ്രൂപ്പ് ഓഫ് ബിറ്റ്സ് വേണം. 4 ഗ്രൂപ്പ്. അന്നേരം 4 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് 0 ആണെങ്കിൽ എന്തായിരിക്കണം? 4 0 ആയിരിക്കണം. 4 0 ആണെങ്കിൽ അത് ഹെക്സാഡെസിമൽ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് 1 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 0 1 2 3 4 5 6 7 8 9 9 കഴിഞ്ഞിട്ട് ആരായിരിക്കും? ABCD F വരെ ആയിരിക്കും ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇവിടെ 0 റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫുള്ള് 0 കൊടുത്താൽ മതി. ആദ്യത്തെ 4 നമ്പേഴ്സിന്റെ ഈ ഇവിടം വരെയുള്ള എല്ലാ നമ്പേഴ്സിന്റെയും ഫസ്റ്റ് 2 എണ്ണം എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. 0 0 തന്നെ ആയിരിക്കും. നെക്സ്റ്റ് 0 0 ആവും. നെക്സ്റ്റ് 0 1 ആവും. നെക്സ്റ്റ് എന്താവും? 1 0 ആവും. അടുത്തത് എന്താവും? 1 1 ആവും. ഓക്കെ, നെക്സ്റ്റ് 4നെ റെപ്രസെന്റ് ചെയ്യാൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടുത്തെ ഫസ്റ്റ് 0 0ക്ക് പകരം 4നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? 0 1 ആയിട്ട് മാറും. 5ലും ഫസ്റ്റ് 0 1 ആയിരിക്കും. നെക്സ്റ്റ് 6ലും 0 1 ആയിരിക്കും. 7ലും എന്തായിരിക്കും? 0 1 ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? 0 0 0 1 1 0 1 1 എന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് 8 റെപ്രസെന്റ് ചെയ്യാൻ ഈ 0 1 മാറി എന്താവും? 0 1 മാറി 1 0 ആവും. 9ലും എന്തായിരിക്കും? 1 0 ആയിരിക്കും. എയിലും എന്തായിരിക്കും? 1 0 ആയിരിക്കും. ബിയിലും എന്തായിരിക്കും? 1 0 ആയിരിക്കും. ഇവിടുത്തെ നമ്പേഴ്സ് 0 0 0 1 1 0 1 1. അന്നേരം ഇങ്ങനെ ആയിരിക്കും ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഇത് ഓർത്തിരിക്കുക, ഹെക്സാഡെസിമലിൽ 4 ബൈനറി ബിറ്റ്സ് അല്ലെങ്കിൽ 4 ബിറ്റ്സ് ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഹെക്സാഡെസിമൽ നമ്പർ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഹലോ, ഹെക്സാഡെസിമൽ ആണ്. ഞാൻ ഒക്ടലും കൂടെ റെപ്രസെന്റ് ചെയ്യാം. ഒക്ടലില് എത്ര ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താലാണ് നമുക്ക് ഒക്ടൽ കിട്ടുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. എത്ര ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്താലും നമുക്ക് ഒക്ടൽ റെപ്രസെന്റേഷൻ കിട്ടും? 3. 3. അന്നേരം ഒക്ടലില് 0 മുതൽ എവിടം വരെ പോകും? ഒക്ടൽ എന്ന് പറഞ്ഞാൽ റാഡിക്സിന്റെ വാല്യൂ 8 ആണ്. 8 ആണെങ്കിൽ 0 മുതൽ എവിടം വരെ പോകും? 7 വരെ പോകും. അന്നേരം 0 1 2 3 4 5 6 7 വരെ പോകും. ഓക്കെ, അന്നേരം ഇവിടെ 3 ബിറ്റ്സ് മതി. ഹെക്സാഡെസിമലിൽ 4 എണ്ണം വേണമായിരുന്നു. പക്ഷെ ഇവിടെ എന്ത് മതി? 3 എണ്ണം മതി. അന്നേരം ഫസ്റ്റ് 0 0 1 ആയിരിക്കും. നെക്സ്റ്റ് 0 0 0 ആയിരിക്കും. നെക്സ്റ്റ് 0 0 1 ആയിരിക്കും. നെക്സ്റ്റ് 0 1 0 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? 0 1 1 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? 1 0 0 ആയിരിക്കും. നെക്സ്റ്റ് എന്തായിരിക്കും? 1 0 1. നെക്സ്റ്റ് 1 1 0. നെക്സ്റ്റ് എന്തായിരിക്കും? 1 1 1 ആയിരിക്കും. അന്നേരം ഓർത്തിരിക്കേണ്ട കാര്യം, ഏത് റെപ്രസെന്റേഷൻ എത്ര ബിറ്റ്സ് ഉണ്ടെങ്കിലും ആദ്യമേ 0 1 0 1 0 1 ഇത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഓർത്തിരിക്കുക, ഫസ്റ്റ് 0 1 മാറി വന്നുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് കേസിൽ രണ്ടാമത്തെ നമ്പറിൽ ആദ്യത്തെ 2 എണ്ണം 0 ആയിരിക്കും. അടുത്ത 2 എണ്ണം എന്താവും? 1 ആവും. ആദ്യത്തെ 2 എണ്ണം 0 ആയിരിക്കും. അടുത്ത എന്താവും? 1 ആവും. നെക്സ്റ്റ് മൂന്നാമത്തെ കേസിൽ 4 എണ്ണം 0 ആയിരിക്കും. അടുത്ത 4 എണ്ണം എന്തായിരിക്കും? 1 ആയിരിക്കും. അടുത്ത 4 എണ്ണം വീണ്ടും എന്താവും? 0 ആവും. അടുത്ത 4 എണ്ണം വീണ്ടും 1 ആവും. അന്നേരം ഈ റെപ്രസെന്റേഷൻ ഓർത്തിരിക്കുക. 1നെ 0 റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 1 0 മതി, അല്ലെങ്കിൽ 3 0 മതി, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 0 വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. 1നെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ വെറും 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിലോ 0 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 0 0 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 0 0 0 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് ബൈനറി ആണ്. ഇതെന്താണ്? ഒക്ടലാണ്. ഇതെന്താണ്? ഹെക്സാഡെസിമൽ ആണ്. 2നെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒന്നെങ്കിൽ 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 0 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 0 0 1 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അന്നേരം ഈ 1 0 തന്നെയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. പക്ഷെ അതിന്റെ ലെഫ്റ്റിൽ എന്തുണ്ടെന്നേ ഉള്ളു? ലെഫ്റ്റില് 0 ഉണ്ടെന്നേ ഉള്ളു. ലെഫ്റ്റില് 0. അന്നേരം 3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം?
1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 0 1 1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ 0011 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് ബൈനറി ആയിരിക്കും, ഇത് ഒക്ടൽ ആയിരിക്കും, ഇത് എന്തായിരിക്കും, ഹെക്സാഡെസിമൽ ആയിരിക്കും. അന്നേരം ബൈനറി റെപ്രസെന്റേഷൻ അറിയാമെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ഒക്ടലും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലും കിട്ടും. ഓക്കെ, ഇതില് ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ ഒക്ടലും ബൈനറിയും പറഞ്ഞത്? അന്നേരം ഒറ്റയടിക്ക് പെട്ടെന്ന് 6 എത്രാന്ന് ചോദിച്ചാൽ, 6ന്റെ ബൈനറി എത്രാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 110 ആയിരിക്കും 6. ഓക്കെ, അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ മതി. അത് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് ഞാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡിൽ. അന്നേരം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഹെക്സാഡെസിമലില് നമുക്ക് 4 ബിറ്റ്സിനെ ഒരുമിച്ച് എഴുതിയാൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒക്ടൽ റെപ്രസെന്റേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 ബിറ്റ്സിനെ ഒരുമിച്ച് എഴുതണം. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് കൺവേർഷൻ ആണ്. കൺവേർഷൻ ആണ് നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുന്ന പോർഷൻ. നമ്പർ സിസ്റ്റത്തിൽ ഒന്നുകിൽ റാഡിക്സിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം, റാഡിക്സിന്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, ഞാൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഒരു മോഡലാണ് പറയുന്നത്. ഒരു നമ്പർ തന്നിരിക്കുന്നത് 5 5 4 6, അതിന്റെ ബ്രാക്കറ്റിൽ അതിന്റെ റാഡിക്സ് 6 എന്ന് തന്നിരിക്കുന്നു, 6. എന്നിട്ട് അവര് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേർ ആർ ഈക്വൽ ടു 6ന്റെ വാല്യൂ അറിഞ്ഞൂടാ. അന്നേരം അവര് ഓപ്ഷനിൽ തന്നിരിക്കുന്നു ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, സെക്കൻഡ് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, തേർഡ് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, ഫോർത്ത് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? 546 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വേറെ ക്രിക്കറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ ശ്രദ്ധിച്ചിരിക്കുക. 546 റാഡിക്സ് 6 എന്ന് തന്നിട്ടുണ്ട്. ഇവിടുത്തെ റാഡിക്സ് 6ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം 4 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, തേർഡ് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7, ഫോർത്ത് ഓപ്ഷൻ ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണ്. ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? R greater than or equal to 6. R greater than or equal to 6 ആണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സി 7 ആണ് സാർ. സി ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ബി, ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന ഓപ്ഷൻ ഉണ്ട്. ഡി ഉണ്ടോ? ഡി ഓപ്ഷൻ ഉണ്ടോ? ആർക്കെങ്കിലും ഇല്ല. ഓക്കെ, അന്നേരം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അന്നേരം ഇത് ഒരു ക്വസ്റ്റ്യൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ 5 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഓക്കെ, അന്നേരം അതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ നോക്കുക. ഇതിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ആരാണ്? 6 ആണ് ഏറ്റവും ലാർജസ്റ്റ് നമ്പർ. അതിന്റെ മീനിങ് എന്താണ്? 0 മുതൽ 1 2 3 4 5 6 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം. തന്നിരിക്കുന്ന നമ്പറിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പറിനെ എടുക്കുക. ആ നമ്പർ മുതൽ 0 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അന്നേരം 546 6 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാല് 0 മുതൽ 6 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 0 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഉണ്ട് ടോട്ടലി? 6 നമ്പർ ഉള്ളത്. 0 മുതൽ 6 വരെ, 0 മുതൽ 6 വരെ 5 നമ്പർ. ആ 5 നമ്പറൊക്കെ ആരാണ് പറയുന്നത്? 5 നമ്പർ ഉണ്ട്. 7 നമ്പർ ഉണ്ട്. അന്നേരം ഇവിടെ 7 ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ട്. 7 നമ്പർ. അന്നേരം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, റാഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് ആണ്. അന്നേരം ഇവിടെ 7 ഡിഫറെന്റ് നമ്പേഴ്സ് ഉണ്ടായതുകൊണ്ട്
റാഡിക്സിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കണം? റാഡിക്സിന്റെ മിനിമം വാല്യൂ 7 ആയിരിക്കണം. പക്ഷെ 7നേക്കാളും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അന്നേരം 7 ആകാം, അല്ലെങ്കിൽ 7നേക്കാളും എന്താകാം? കൂടുതലാകാം. അന്നേരം ഇതിൽ ഏത് ആൻസർ ആയിരിക്കും കറക്റ്റ്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഓക്കെ, അന്നേരം ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബേസിക്സ് കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഒരു നമ്പറിൽ 6 ഉണ്ടെന്ന് പറഞ്ഞാല് റാഡിക്സിന്റെ വാല്യൂ 7നേക്കാളും കൂടുതലോ 7ഓ ആയിരിക്കണം മിനിമം. ഓക്കെ, 8 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ എന്താണ്? ഒരു നമ്പറിൽ 8 ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് റാഡിക്സിന്റെ വാല്യൂ 9ഓ അല്ലെങ്കിൽ 9നേക്കാളോ കൂടുതലോ ആയിരിക്കണം. ഓക്കെ, അന്നേരം ഓർത്തിരിക്കുക, 0 മുതലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 0 മുതൽ, ഒരിക്കലും 1 മുതലല്ല കൗണ്ട് ചെയ്യുന്നത്. 0 മുതൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. 6 വരാകുമ്പോൾ ടോട്ടൽ എത്ര നമ്പർ വരും? 7 നമ്പേഴ്സ് വരും. അന്നേരം റാഡിക്സിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്തായിരിക്കണം? 7 ആയിരിക്കണം. പക്ഷെ 7നേക്കാളും കൂടുതലാവാം. കാരണം ഈ 546ന്റെ അപ്പുറത്ത് വേറൊരു 8 വന്നാല് അത് ചിലപ്പോൾ എന്തായിരിക്കും? റാഡിക്സ് 9 ആയിരിക്കും. ഓക്കെ, 8ന്റെ അപ്പുറത്ത് 9 വന്നാൽ ചിലപ്പോൾ റാഡിക്സ് എന്താവും? 8ന്റെ അപ്പുറത്ത് 9 വന്നാൽ റാഡിക്സ് എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. ഓക്കെ, അന്നേരം ഓർത്തിരിക്കേണ്ട കാര്യം, ഏറ്റവും ഹയസ്റ്റ് നമ്പർ നോക്കുക. റെപ്രസെന്റേഷനിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ 6 ആയതുകൊണ്ട് 0 മുതൽ 6 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 0 മുതൽ 6 വരെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 നമ്പേഴ്സ് ഉണ്ട്. അന്നേരം റാഡിക്സിന്റെ വാല്യൂ ഏറ്റവും മിനിമം 7 ആയിരിക്കണം, അല്ലെങ്കിൽ 7നേക്കാളും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ആ, ചോദിച്ചോ. 546 എന്ന് വരുമോ? 146 എന്ന് വരുമെന്ന്? ആ, വരാം. 146 എന്ന് വരാം. അപ്പോ നമ്മള് 10 വരെ, അപ്പൊ അതിന്റെ റാഡിക്സ് 11 ആവോ? പക്ഷെ 146ന് നമുക്ക് ഇത് ഡെസിമൽ ആണ്. ആ ഡെസിമലിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം 146 പകരം 0001 0100 0110 ലാസ്റ്റ് എന്ത് വരാം? എ വരാം. ഓക്കെ, അന്നേരം ഇവിടെ എ വന്നോണ്ട് 10 വരെ എന്ത് ചെയ്തിട്ടുണ്ട്? റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. 10 വരെ. കാരണം 0 to 9 വന്നിട്ടുണ്ട്, 0 to 9 വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ എന്തും കൂടെ വന്നിട്ടുണ്ട്? എയും കൂടെ വന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, എ എന്ന് പറഞ്ഞാൽ ഹെക്സാ ഡെസിമൽ എന്താണ്? 10 ആണ്. അന്നേരം റാഡിക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 11 ആയിരിക്കണം. മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ. അന്നേരം ഇവിടെ ഒക്ടലിലോട്ടും ഹെക്സാ ഡെസിമലിലോട്ടും കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോയത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു ബൈനറി നമ്പറിനെ തന്നാല് ആ ബൈനറി നമ്പറിനെ ഒക്ടലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? ഒക്ടൽ നമ്പർ. അന്നേരം ഞാൻ ഓൾറെഡി ഒക്ടലിൽ പറഞ്ഞായിരുന്നു, 0 എന്ന് പറഞ്ഞാൽ ഒക്ടൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 000 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 1 ആണെങ്കിൽ എങ്ങനെയാണ്? 001 എന്നാണ്. 2 ആണെങ്കിൽ എങ്ങനെയാണ്? 010. 3 ആണെങ്കിൽ എന്താണ്? 011. 4 ആണെങ്കിൽ 0100. 5 ആണെങ്കിൽ എങ്ങനെയാണ്? 5 ആണെങ്കിൽ 101. 6 ആണെങ്കിൽ 110. 7 ആണെങ്കിൽ 111. അന്നേരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. ഓക്കെ, എന്നിട്ട് ഒരു ബൈനറി നമ്പർ ഞാൻ എടുക്കുവാണ്. ആ ബൈനറി നമ്പർ 1101101 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒക്ടലായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ എത്ര ബിറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം? ആരോ ഓഡിയോ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അന്നേരം ബൈനറിയെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ബിറ്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം? 3 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യണം. അത് വെച്ചാൽ എവിടെ നിന്നായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്? ഏറ്റവും ലാസ്റ്റ് ബിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ LSB എന്നായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അന്നേരം ഇവിടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഈ 3 എണ്ണത്തിന് എന്ത് ചെയ്യാം? ഈ 3 എണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്യാം. നെക്സ്റ്റ് 3 എണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്യാം.
നെക്സ്റ്റ് 2 നമ്പറേ ഉള്ളൂ, അന്നേരം അതിന്റെ ലെഫ്റ്റിൽ എന്ത് കൊടുക്കാൻ പറ്റും? 0 കൊടുക്കാൻ പറ്റും. ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഗ്രൂപ്പിംഗിൽ ഡൗട്ട് ഉണ്ടോ? ബൈനറി ടു ഒക്ടൽ അല്ലെങ്കിൽ ബൈനറി ടു ഹെക്സാഡെസിമൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കുക. ഞാനൊരു നമ്പറിന് എടുത്ത് 1101100111 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറിന് എടുത്തു. ഓക്കെ, എനിക്ക് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അന്നേരം ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മൂന്ന് ബിറ്റ്സിനെ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ചെയ്യണം. അന്നേരം ഫസ്റ്റ് 3 ബിറ്റ്സിനെ ഞാൻ ഗ്രൂപ്പ് ചെയ്തു. നെക്സ്റ്റ് 3 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ ഒരു ബിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഓക്കെ, ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗ്രൂപ്പിംഗ് സിമ്പിൾ ആണ്. എന്നിട്ട് ഇനി നോക്ക്, ഓരോ ഗ്രൂപ്പിനെ എടുക്കുക. ഓരോ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഒക്ടലിൽ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കുക. ഓരോ ഗ്രൂപ്പും എടുക്കുക, ആ ഓരോ ഗ്രൂപ്പും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എടുക്കുക. നമുക്ക് 011 എന്ന് പറഞ്ഞാൽ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 3 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം 3 എഴുതുക. നെക്സ്റ്റ് 011 ആണ് വീണ്ടും അന്നേരം എന്ത് എഴുതുക? 3 എഴുതുക. നെക്സ്റ്റ് 001 ആണ്. 001 എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ആണ്. അന്നേരം എന്ത് എഴുതുക? 1നെ എഴുതുക. എന്നിട്ട് അതിന്റെ പുറത്ത് എന്ത് ഇടുക? റാഡിക്സ് എഴുതുക. ഒക്ടലിലെ റാഡിക്സ് എന്താണ്? 8 ആണ്. ഓക്കെ, അന്നേരം ഒരു ബൈനറി നമ്പറിനെ ഒക്ടലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 ബിറ്റ്സിനെ വെച്ചിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് ഓരോ 3 ബിറ്റ്സിനെ എന്ത് ചെയ്യുക? ഓരോ 3 ബിറ്റ്സിനെ അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ ആയിട്ട് എഴുതുക. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു ബൈനറി നമ്പർ തന്നാല് ഹെക്സാഡെസിമൽ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന്? സെയിം നമ്പറാണ് 1101101. ഓക്കെ, നിങ്ങൾക്കറിയാം ഹെക്സാഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എത്ര ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യണം? 4 ബിറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യണം. അന്നേരം 1001 ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? 1101 ആണ്. അന്നേരം ഇവിടെ 1001 എന്ന് പറഞ്ഞാല് നിങ്ങൾ നോക്കിയാൽ മതി. 1001 എന്ന് പറഞ്ഞാല് 9 ആണ്. 9, കാരണം 1001നെ നിങ്ങൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് ലാസ്റ്റ് 1 × 2⁻3 വരും. ഈക്വൽ ടു എന്ത് വരും? 1 + 8 ഈക്വൽ ടു എന്ത് വരും? 9 വരും. അന്നേരം 1001 എന്ന് പറഞ്ഞാൽ ആരാണ്? 9 ആണ്. 1101 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ 1101നെ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 × 2⁻0 പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻2 പ്ലസ് 1 × 2⁻3 ഈക്വൽ ടു 1 + 4 + 8 വരും. ഈക്വൽ ടു എന്താണ്? ഈക്വൽ ടു 13 ആണ്. 13 ആണെങ്കിൽ ഹെക്സാഡെസിമൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 10 ആണെങ്കിൽ എ എന്ന് റെപ്രസെന്റ് ചെയ്യും, 11 ആണെങ്കിൽ ബി എന്ന് റെപ്രസെന്റ് ചെയ്യും, 12 ആണെങ്കിൽ സി എന്ന് റെപ്രസെന്റ് ചെയ്യും, 13 ആണെങ്കിൽ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അന്നേരം ഈ 1101 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഡി എന്ന് റെപ്രസെന്റ് ചെയ്താല് അതിന്റെ ടോട്ടൽ നമ്പർ എന്തായിട്ട് മാറും? D9 ആയിട്ട് മാറും. D9. അതിന്റെ പുറത്ത് എന്തിടണം? പുറത്ത് അതിന്റെ റാഡിക്സ് ആയ 16 ഇടണം. ഇത് മനസ്സിലായോ ആർക്കെങ്കിലും? ലാസ്റ്റ് ഹെക്സാഡെസിമലിൽ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒന്നുകൂടെ പറയൂ സർ. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഹെക്സാഡെസിമലിലെ നമ്പേഴ്സിനെ ഞാൻ ഒന്നുകൂടെ പറയാം. ഫുൾ നമ്പേഴ്സിനെ ഒന്നുകൂടെ പറയാം. ഹെക്സാഡെസിമലില് 0യെ റെപ്രസെന്റ് ചെയ്യുന്നത് 0000 എന്നാണ്. 1നെ റെപ്രസെന്റ് ചെയ്യുന്നത് 0001 എന്നാണ്. 2നെ റെപ്രസെന്റ് ചെയ്യുന്നത് 0010, 3 റെപ്രസെന്റ് ചെയ്യാൻ 0011, 4 റെപ്രസെന്റ് ചെയ്യാൻ 010, 5 റെപ്രസെന്റ് ചെയ്യാൻ 0101, 6നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 0110, 7 റെപ്രസെന്റ് ചെയ്യാൻ 0111, 8 റെപ്രസെന്റ് ചെയ്യാൻ 100, 9 റെപ്രസെന്റ് ചെയ്യാൻ 1001, 10 റെപ്രസെന്റ് ചെയ്യാൻ 10ന് പകരം എന്താക്കും? എ ആക്കും. എ റെപ്രസെന്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1010 എന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി. ബി റെപ്രസെന്റ് ചെയ്യാൻ 1011, സി റെപ്രസെന്റ് ചെയ്യാൻ 1100,
അടുത്ത ഡി റെപ്രസെന്റ് ചെയ്യാൻ 1101, ഇ റെപ്രസെന്റ് ചെയ്യാൻ 1110, എഫ് റെപ്രസെന്റ് ചെയ്യാൻ 1111. അന്നേരം ഈ റെപ്രസെന്റേഷൻ അറിഞ്ഞിരിക്കുക നിങ്ങൾ. ഓക്കെ, എന്നിട്ട് അവർ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 110110 01 ആയിരുന്നു. അന്നേരം അവർ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് 110110 ആണ് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? LSB എന്ന് തുടങ്ങുന്ന 4 ബിറ്റ്സിന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യുക. അന്നേരം ഇവിടെ 1001 ആണ്. 1001 എവിടെ കിടക്കുന്നു? 9ൽ കിടക്കുന്നു. അന്നേരം 1001നെ ഹെക്സാഡെസിമൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 9 എന്ന് റെപ്രസെന്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്പർ 11, നെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്ത നമ്പർ 1101 എന്നാണ്. 1101 വന്നാല് അതിന്റെ അർത്ഥം എന്താണ്? ഹെക്സാഡെസിമൽ അത് എന്താണ്? ഡി ആണ്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഒരു നമ്പർ ബൈനറിയിൽ തന്നാല് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? D9 റാഡിക്സ് 16 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അന്നേരം ഈ 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ABCDEF ആണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഡൗട്ട് ഉണ്ടോ? ഹലോ, പറഞ്ഞതിനകത്ത് ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ. അന്നേരം ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ അക്കാഡമിക്സിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ഇത് നോർമലി ഇലക്ട്രോണിക്സ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അന്നേരം തന്നെ പറയുക. സ്പീഡ് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലോ. കാരണം ഇതിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. BTech, IT, പോളിടെക്നിക്. അന്നേരം ഓരോ സ്റ്റുഡൻസിന്റെയും അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അറിയാൻ പറ്റത്തുള്ളൂ ഏത് ലെവലിൽ ഓരോ വിദ്യാർത്ഥിയും പഠിപ്പിക്കണമെന്ന്. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വരിക. ഇത് ബേസിക് കാര്യങ്ങളാണ്. നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബേസിക് കാര്യങ്ങളാണ്. ഇത് മനസ്സിലായാൽ മാത്രമേ നെക്സ്റ്റ് പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അന്നേരം നല്ല വെയിറ്റേജ് ഉള്ള പോർഷൻസ് ആണ്. കുറെ ഇലക്ട്രോണിക്സ് ടോപ്പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പോർഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോർഷൻസിൽ ഓരോ മാർക്കും ആയിരിക്കും നിങ്ങളെ ഫൈനൽ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം ഇവിടെ.